അപ്പോൾ EV ചാർജിങ്ങിലെ മാത്രമാണ് നമ്മുടെ ഇന്നത്തെ പ്രസന്റേഷൻ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഈ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നതാണ് KCBയെ സംബന്ധിച്ചും ഉള്ള പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി. സോ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ്ങിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെഹിക്കിൾ ഏതൊക്കെ രീതിയിൽ ചാർജ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മളൊരു സാധാരണ ഏതൊരു ഉപകരണം, നമ്മുടെ ലാപ്ടോപ്പോ മൊബൈലോ ഒക്കെ ചാർജ് ചെയ്യുന്നവരെ നമുക്ക് പ്ലഗ് ഇൻ ചെയ്ത് ചാർജ് ചെയ്യാം. അത്തരത്തിലുള്ള ചാർജിങ്ങിനാണ് നമ്മൾ കണ്ടക്റ്റീവ് ചാർജിങ് എന്ന് പറയുന്നത്. ഇറ്റ്സ് കണ്ടക്ഷൻ. എന്നാൽ നമുക്ക് വയർലെസ് ആയിട്ടുള്ള ചാർജിങ് ടെക്നോളജീസ് ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ഇൻഡക്ഷൻ. അതോടൊപ്പം തന്നെ മറ്റൊരു ചാർജിങ് ടെക്നോളജിയാണ് സ്വാപ്പിംഗ്. അതായത് നമ്മൾ ബാറ്ററി ഊരി മാറ്റുന്നു, എന്നിട്ട് ചാർജ് ചെയ്ത ബാറ്ററി മാറ്റി വെക്കുന്നു. ഇത്തരത്തിലാണ് നമുക്ക് ശരിക്കും 3 പോസിബിലിറ്റീസ് ഉള്ളത് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ്ങിൽ. പക്ഷേ ഈ ഇൻഡക്ഷൻ ആൻഡ് സ്വാപ്പിംഗ് ഇത് രണ്ടും, സ്വാപ്പിംഗ് 2 വീലേഴ്സിനും ഈ ഓട്ടോസിനും മിക്കവാറും പറ്റുന്നതാണ്. പക്ഷേ 4 വീലേഴ്സിന് അത്രത്തോളം പ്രായോഗികമായിട്ടുള്ള രീതിയിലുള്ള ടെക്നോളജി ആയിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. സോ കണ്ടക്ഷൻ ആണ് നമ്മൾ ശരിക്കും ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടുള്ള എല്ലാ ചാർജിങ് സ്റ്റേഷൻസും നമ്മൾ ബിൽഡപ്പ് ചെയ്യുന്നത് കണ്ടക്ഷൻ ബേസ് ചെയ്തിട്ടാണ്. സോ EV ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റി പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, EV ചാർജിങ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ബാറ്ററി ചാർജിങ് മാത്രമാണ്. ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ഏത് രീതിയിൽ ചാർജ് ചെയ്യാം? അതിന് നമുക്ക് രണ്ടായിട്ട്, കറണ്ടിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. AC ചാർജിങ്ങും DC ചാർജിങ് എന്ന് പറയാം. AC സപ്ലൈ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ AC ചാർജിങ്, DC സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ DC ചാർജിങ്, ദാറ്റ്സ് ഫൈൻ. പക്ഷേ നമുക്ക് ഒരു വെഹിക്കിളിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഏതൊരു ഇലക്ട്രിക് വെഹിക്കിൾ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ആ ഇലക്ട്രിക് വെഹിക്കിളിന്റെ ഉള്ളിൽ പ്രധാനമായിട്ട് കാണുന്ന ഒരു സാധനം ബാറ്ററിയാണ്. ഏതൊരു ഇലക്ട്രിക് വെഹിക്കിളിന്റെയും അടിസ്ഥാനപരമായിട്ടുള്ള കോമ്പോണന്റ് അതിന്റെ ബാറ്ററിയാണ്. അതിനെ ചാർജ് ചെയ്യുന്നതിന് വേണ്ടി വെഹിക്കിളിന്റെ ഉള്ളിൽ തന്നെ ഒരു ചാർജർ ഉണ്ടാവും. അതിനെയാണ് ഓൺ ബോർഡ് ചാർജർ എന്ന് പറയുന്നത്. പ്രസന്റേഷനിൽ നമുക്ക് കാണാനുള്ളതാണ് ഓൺ ബോർഡ് ചാർജർ. അത് എല്ലാ വെഹിക്കിളിലും ഉണ്ടാവും ഒരു ഓൺ ബോർഡ് ചാർജർ. AC ചാർജിങ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന 230 വോൾട്ട് സപ്ലൈ അല്ലെങ്കിൽ 3 ഫേസ് സപ്ലൈ ഏതോ ആയിക്കോട്ടെ, നമ്മൾ ആ സപ്ലൈ ഈ തരത്തിലുള്ള വെഹിക്കിളിന് കൊടുക്കുന്നുണ്ടെങ്കിൽ ഓൺ ബോർഡ് ചാർജർ ഈ ACനെ കൺവേർട്ട് ചെയ്ത് DC ആക്കുന്നു. ഹലോ, വോയിസ് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ ശ്രീ? ഉണ്ടല്ലോ അല്ലെ? ഓക്കെ, ഫൈൻ. സോ ഓൺ ബോർഡ് ചാർജറിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞിട്ട്. ഓക്കെ, ഓൺ ബോർഡ് ചാർജറിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഏതൊരു വെഹിക്കിളിനെ സംബന്ധിച്ചും അതിനൊരു ഓൺ ബോർഡ് ചാർജർ നിർബന്ധമായിട്ടുണ്ടാവും. അതോടൊപ്പം ആ ചാർജറിന്റെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നത് AC സപ്ലൈ ആണെങ്കിൽ ഈ ഓൺ ബോർഡ് ചാർജർ അതിനെ കൺവേർട്ട് ചെയ്ത് DC ആക്കി ബാറ്ററി ചാർജ് ചെയ്യും. സോ ബാറ്ററി DC മാത്രമേ എടുക്കുള്ളൂ എന്നറിയാം. നമുക്ക് ബാറ്ററിനെ ചാർജ് ചെയ്യണമെങ്കിൽ യൂണിറ്റ് DC നിർബന്ധമായിട്ട് വേണം. അപ്പോൾ അത്തരത്തിൽ നമ്മൾ AC സപ്ലൈ കൊടുത്തിട്ട് അത് വാഹനത്തിനകത്തുള്ള ചാർജർ അതിനെ DC ആക്കി കൺവേർട്ട് ചെയ്തിട്ട് ചാർജ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ടേക്ക് ടൈം. അതുകൊണ്ട് ഒരു സ്ലോ ചാർജിങ് മെത്തേഡ് ആയിരിക്കും AC ചാർജിങ് എന്ന് പറയുന്നത്. എന്നാൽ ബാറ്ററി ഡയറക്റ്റ് DC സപ്ലൈ കൊടുത്ത് തന്നെ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയാം. അതാണ് നമുക്ക് രണ്ടാമത് കാണുന്നത്. റൈറ്റിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു DC ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻ, നമ്മളിപ്പോൾ പ്രപ്പോസ് ചെയ്യുന്ന ചാർജിങ് സ്റ്റേഷൻസ് പലതും ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻ എന്ന് പറയുകയാണെങ്കിൽ അത് ബേസിക്കലി DC തന്നെയായിരിക്കും. കാരണം ഡയറക്റ്റ് നമ്മൾ DC സപ്ലൈ കൊടുക്കുകയാണ് ബാറ്ററിക്ക്. സോ അത് വളരെ ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും, ഹയർ കറണ്ടിലും ഹയർ വോൾട്ടേജിലും. സോ അതിന്റെ ബാറ്ററിക്ക് അതിന്റെ കപ്പാസിറ്റി എത്രയാണോ ആ കപ്പാസിറ്റി അത്രത്തോളം ചാർജ് ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ചാർജ് ആയി പോവുകയും ചെയ്യും. സോ ഇതാണ് ശരിക്കും ഒരു EV ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ, കണ്ടക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ പ്രസന്റേഷനിൽ ഞാൻ ആദ്യം നമ്മൾ ഇത് കാണിക്കാൻ പോകുന്ന കാര്യം ചാർജസ് നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളതാണ്. ബേസിക്കലി ഒരു ചാർജറിന്റെ ക്ലാസിഫിക്കേഷൻസ് ശരിക്കും 3 തരത്തിലാണ് നമ്മൾ പറയാനുള്ളത്. ഈ 3 എന്ന് പറയുന്നത് 3 രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ്. ഇവർ തമ്മിൽ പരസ്പരം ബന്ധമൊന്നുമില്ല. അതിൽ ഒന്നെന്ന് പറയുന്നത് മോഡ് ഓഫ് ചാർജിങ് ആണ്, 2 ലെവൽ ഓഫ് പവർ, 3 ടൈപ്പ് ഓഫ് ദ പ്ലഗ്. അത് 3 എന്താണെന്നുള്ളത് നമ്മൾ ഓരോന്നായിട്ട് നോക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും. ആദ്യത്തേത് മോഡ് ഓഫ് ചാർജിങ്. ക്ലിയർ ആണെന്നില്ലേ? വൈഫൈ മാറാനോ? ACB 2.5 ക്ലിയർ ഉണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ആണോ? ഞാൻ കണക്ട് ചെയ്യാം. ഇത് ചോദിക്കുന്നു, കീ ചോദിക്കുന്നു. ക്യാൻസൽ ആണോ? കുറഞ്ഞിട്ടുണ്ട് കുറച്ച് വോളിയം.
4, 3, 2, 1. ക്ലിയർ ആവുന്നുണ്ടോ പ്രസന്റേഷൻ? ഹലോ ശ്രീധര, ക്ലിയർ ആണോ? നേരത്തെ ഇങ്ങനെ കട്ടായി പോകുന്നുണ്ടായിരുന്നു, അത് തുടർന്നും ഉണ്ടായിരുന്നു. ഇപ്പം വേറെ ഒരു കണക്ടിവിറ്റി ചെയ്യാനായിട്ട് കേൾക്കേണ്ടത് പറയാൻ പറ്റില്ലായിരുന്നു. മാറിയായിരുന്നു നോക്ക്, അത് കേറുന്നില്ലേ? അത് നോക്കാം. മൈക്ക് ഇനി അടുത്ത് വെച്ച് പറഞ്ഞാൽ മതി, വോയിസ് കുറച്ച് ശരിയായെന്ന് തോന്നുന്നു. സജിനെ പറഞ്ഞോ, നോക്കാം, ക്ലിയർ ആണെന്ന് നോക്കാം. തുടങ്ങിയ സ്ക്രീൻ ഷെയറിങ് ഇതെങ്ങനെ സൂം ചെയ്യാടി? ഇതെങ്ങനെ വലുതാ? ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? ഹലോ, ക്ലിയറാ. കണ്ടിന്യൂ. ഓക്കെ, സോ നമ്മളിപ്പോ പറഞ്ഞു തുടങ്ങിയത് ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ക്ലാസിഫിക്കേഷൻസിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയത് കണ്ടക്റ്റീവ് എന്ന് പറയുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡയറക്റ്റ് ഒരു പ്ലഗ് വഴി ഉള്ള ചാർജിങ്, ദാറ്റ് ഇസ് കോൾഡ് കണ്ടക്റ്റീവ്. സോ അതിന്റെ ക്ലാസിഫിക്കേഷൻസ് ശരിക്കും നമുക്ക് പറയാനുള്ളത്, ഒന്ന് മോഡ് ഓഫ് ചാർജിങ്, ലെവൽ ഓഫ് പവർ, ടൈപ്പ് ഓഫ് ദി പ്ലഗ്. ഇത് മൂന്ന് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ആണ്. അതിൽ മോഡ് ഓഫ് ചാർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. വെഹിക്കിളും ചാർജറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷന്റെ നേച്ചർ എങ്ങനെയാണ് എന്നുള്ളതാണ് ശരിക്കും മോഡ് ഓഫ് ചാർജിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് IEC സ്റ്റാൻഡേർഡ്, യൂറോപ്യൻ IEC സ്റ്റാൻഡേർഡ് പ്രകാരം 4 മോഡ്സ് ഉള്ളതായിട്ടാണ് പറയുന്നത്. IEC 61851. അതേപോലെ തന്നെ ഇന്ത്യ ഗവൺമെന്റ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് IS സ്റ്റാൻഡേർഡ്സ് 17017 അതുപോലെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലും 4 മോഡ്സ് ആണ് ഉള്ളത്. ഈ 4 മോഡുകളിൽ ആദ്യത്തെ 3 മോഡും AC ചാർജിങ്ങിനും 4മത്തേത് DC ചാർജിങ്ങിനുമാണ് പറയുന്നത്. സോ മോഡ് 1 ചാർജിങ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരുന്നത് ഈ പിക്ചറിൽ നമുക്ക് കാണുന്ന പോലെ ദർ ഇസ് എ പ്ലഗ്, ഒരു പ്ലഗ് ഉണ്ട്. ആ പ്ലഗിലേക്ക് നമ്മൾ ചാർജർ വഴി നമ്മുടെ വെഹിക്കിൾ കണക്ട് ചെയ്യുന്നു. ഒരു ഔട്ട്ലെറ്റും അതുപോലെ തന്നെ ഒരു AC സപ്ലൈ നെറ്റ്വർക്ക്, ഒരു കേബിൾ ആൻഡ് പ്ലഗ് വഴി കണക്ട് ചെയ്യുന്നു. അപ്പൊ ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മളൊരു ലാപ്ടോപ്പോ മൊബൈലോ ചാർജ് ചെയ്യുന്ന പോലെ കണക്ട് ചെയ്യുന്നു, അല്ലാതെ ഓർമ്മയില്ല. ഇതിൽ EV സപ്ലൈ എക്യുപ്മെന്റ്, ഏത് എക്യുപ്മെന്റ് ആയിക്കോട്ടെ, അതിന് നിർബന്ധമായിട്ടും നമ്മുടെ കണ്ടക്ടർ എർത്തിങ് നിർബന്ധമായിട്ട് വേണം. പ്ലഗ് ടു ഇലക്ട്രിക് വെഹിക്കിൾ കണക്ടർ വരെയുള്ള ഭാഗത്ത് എല്ലാത്തിനും നിർബന്ധമായിട്ട് ഗ്രൗണ്ട് വേണം. അത് ഇതിനെന്നുള്ളതല്ല, ഏത് വെഹിക്കിളിനാണെങ്കിലും. ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് ഞാൻ എഴുതിയിരുന്നുള്ളൂ. പിന്നെ മോഡ് 1 നമുക്ക് പറയാനുള്ള ഒരു കാര്യം അതിന്റെ കറണ്ട് റേറ്റിംഗ് ആണ്. സിംഗിൾ ഫേസ് ആണെങ്കിൽ 16 ആംപിയർ വരെ നമുക്ക് മാക്സിമം പറ്റുള്ളൂ. 16 ആംപിയർ സോക്കറ്റിന് നമുക്കിത് കൊടുക്കാം. 3 ഫേസ് ആണെങ്കിലും ആയിക്കോട്ടെ, 16 ആംപിയർ. ദാറ്റ് ഈസ് മോഡ് 1. ഒന്നുമില്ല, സാധാരണ രീതിയിൽ നമ്മളൊരു പ്ലഗ് ആൻഡ് പ്ലേ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇനി മോഡ് 2ലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട്. മോഡ് 2ലെ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ നോക്കുമ്പോൾ നമുക്കൊരു സാധനം കാണാം. നേരത്തെ കണ്ട സെയിം പിക്ചറിൽ തന്നെ കൺട്രോൾ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ കാണുമ്പോൾ വെഹിക്കിളും ചാർജറും തമ്മിൽ യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല മോഡ് 1ൽ. മോഡ് 2ൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദർ വിൽ ബി കമ്മ്യൂണിക്കേഷൻ. ആ കമ്മ്യൂണിക്കേഷൻ സെമി ആക്റ്റീവ് ആയിരിക്കും. അതായത് വെഹിക്കിളും ചാർജറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഓൺലി ഡ്യൂറിങ്, അത് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദർ മൈറ്റ് റെഫർ ടു എ ഹാൻഡ് ഷേക്ക് ബിറ്റ്വീൻ വെഹിക്കിൾ ആൻഡ് EVSC. അതാണ് സെമി ആക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് ത്രൂ ഔട്ട് ചാർജിങ് ഇവർ രണ്ടുപേരും ആക്റ്റീവ് ആയിരിക്കില്ല, കമ്മ്യൂണിക്കേഷൻ ത്രൂ ഔട്ട് ഉണ്ടാവില്ല. സോ മോഡ് 1ഉം മോഡ് 2ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ മോഡ് 1ൽ ദർ ഇസ് നോ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ചാർജർ ആൻഡ് ദ വെഹിക്കിൾ. പക്ഷേ വെഹിക്കിളിന്റെ ബാറ്ററിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബാറ്ററിക്ക് മാനേജ് ചെയ്യാനായിട്ട് സിസ്റ്റം ഉണ്ടാവും. അതാണ് ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം. ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റവും വെഹിക്കിൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ചാർജറും തമ്മിലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഉള്ളൊരു വ്യത്യാസം, മോഡ് 2ൽ വരുന്നത് കറണ്ട് റേറ്റിംഗും കുറച്ച് കൂടുതൽ വരും. സിംഗിൾ ഫേസിൽ 32 ആംപിയർ, 3 ഫേസിൽ 32 ആംപിയർ, നേരെ 16 ആംപിയർ ആയിരുന്നു. എഗെയിൻ മറ്റൊരു ക്ലാസിഫിക്കേഷൻ നമുക്ക് പറയാൻ കഴിയുന്നത് നമുക്കുള്ള പോർട്ടബിൾ ചാർജസ് ഉണ്ട്. നമ്മുടെ ലാപ്ടോപ്പിനും മറ്റൊക്കെയുള്ള പോർട്ടബിൾ ചാർജസ്, അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ടിനും ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള പോർട്ടബിൾ ആയിട്ടുള്ള ചാർജസിന് നമുക്ക് മോഡ് 2ൽ റെഫർ ചെയ്യാൻ കഴിയും. ബേസിക്കലി മോഡ് 1ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം ഇത്ര മാത്രമാണ്. മോഡ് 1ൽ there is no communication, മോഡ് 2ൽ there is communication, that is semi active.
മോഡ് 3യിലേക്ക് വരുമ്പോഴുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ എന്തായിരുന്നു കമ്മ്യൂണിക്കേഷൻ സെമി ആക്റ്റീവ് ആണെങ്കിൽ ഇവിടെ ഫുൾ ആക്റ്റീവ് ആണ്. ത്രൂ ഔട്ട് ചാർജിങ് തുടക്കം മുതൽ തീരുന്നവരെ കമ്മ്യൂണിക്കേഷൻ ത്രൂ ഔട്ട് ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് മോഡ് 3. ഇങ്ങനെയാണ് നമുക്ക് മോഡ് 1, 2, 3 എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഈ മോഡ് 1, 2, 3 ക്ലാസിഫിക്കേഷനുള്ള കാര്യത്തിൽ നമ്മൾ മൂന്നെടുത്ത് നോക്കുമ്പോഴും നമ്മുടെ ഇൻപുട്ട് AC സപ്ലൈ ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ബട്ട് മോഡ് 4ൽ എത്തുമ്പോഴേക്കും നമ്മൾ AC അല്ല കൊടുക്കുന്നത്, ഡയറക്റ്റ് DC ആണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഒരു നമുക്ക് കാണുന്ന ചാർജിങ് സ്റ്റേഷന്റെ നമ്മുടെ നോർമലി ഇപ്പോൾ വെക്കുന്ന ചാർജിങ് സ്റ്റേഷനൊക്കെ ഇതുപോലെ ഒരു പെട്ടി ഉണ്ടാവും. എന്ന് പറയുന്നത് AC കൺവേർട്ടർ ആണ്. അത് DC ആക്കിയിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ വെഹിക്കിളിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മോഡ് 3യിൽ എന്താണോ ഉണ്ടായിരുന്നത് അത് ഇവിടെയും ഉണ്ടാവും. ബട്ട് ഇവിടെ മോഡ് 3യിൽ എന്താണ് ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. മോഡ് 4ൽ ത്രൂ ഔട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. എക്സെപ്റ്റ് ഒരു വ്യത്യാസം മാത്രമേ ഇവിടെ ഉള്ളൂ. ആ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നത് DC ആണ്. മോഡ് 1, 2, 3യിൽ AC മാത്രമായിരിക്കും. ദിസ് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൺട്രോൾ. ഇതാണ് മോഡ് എന്ന് പറയുന്ന രീതിയിൽ EV ചാർജസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്നത് ലെവൽസ് ഓഫ് ചാർജിങ് ആണ്. ലെവൽസ് എന്ന് പറയുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. പവർ ട്രാൻസ്ഫർ കേപ്പബിലിറ്റി, നമുക്ക് എത്രത്തോളം പവർ നമ്മുടെ ചാർജറിൽ നിന്ന് വെഹിക്കിളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ലെവൽസ് ഓഫ് ചാർജിങ് എന്ന് പറയുന്നത്. ഇതിൽ 3 ലെവൽസ് ആണുള്ളത്. ലെവൽ 1ലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ യു ക്യാൻ സി ഇൻപുട്ട് നിർബന്ധമായിട്ട് സിംഗിൾ ഫേസ് ആയിരിക്കും. 230 വോൾട്ട് സിംഗിൾ ഫേസ് സപ്ലൈ. നമുക്ക് മാക്സിമം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന കറണ്ട് 16 ആംപിയർ ആയിരിക്കും. കാണുമല്ലോ നിങ്ങൾക്ക്, 16 ആംപിയർ മാക്സിമം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുള്ളൂ. ലോഡ് വളരെ ലിമിറ്റഡ് ആയിരിക്കും. 3.2 kW മാത്രമേ നമുക്ക് മാക്സിമം ലോഡ് ചെയ്യാൻ കഴിയുള്ളൂ. അത് മറ്റൊരു കാര്യം. പിന്നെ ചാർജിങ് മൈക്ക് ഓൺ ആയിട്ടുള്ളവരൊന്ന് ഓഫായി വെക്കോ. സജിനെ കട്ടായി പോയാ? സജിന്റെ ഓഡിയോ കട്ടായി. സജിനെ, ഹലോ സജിനെ കേൾക്കാമോ? ക്ലിയർ, കിട്ടി. നേരത്തെ ഞാൻ അൺമ്യൂട്ട് ആയി പോയി. നേരത്തെ അല്ല, മ്യൂട്ട് ആയി പോയി. മറ്റേ മ്യൂട്ട് ആയിക്കോളാം, കുഴപ്പമില്ല. ഓക്കെ ഫൈൻ. കണ്ടിന്യൂ ചെയ്യട്ടെ. ഓക്കെ, നമ്മുടെ അഗൈൻ കണ്ടിന്യൂ ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ലെവൽ 1 ചാർജറിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞു തന്നെ. ലെവൽ 1 ചാർജർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന 230 വോൾട്ട് സപ്ലൈ സിംഗിൾ ഫേസ് ആണ്, 16 ആംപിയർ. പരമാവധി ലോഡാണ് ഇവിടെ പ്രധാനമായിട്ട്. പവർ ട്രാൻസ്ഫർ കേപ്പബിലിറ്റി ഇവിടെ 3.3 kW ഉള്ളൂ. അതിന് മേളിൽ നമുക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല. മാക്സിമം കപ്പാസിറ്റി ഇത്രയാണ്. പിന്നെ ഇതിന്റെ ചാർജിങ് ടൈം ഞാനിവിടെ എടുക്കുന്ന 8 to 9 hours മിനിമം ആണെന്ന് പറയുന്നത്. പക്ഷെ അത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്രയും കിട്ടണമെന്നില്ല. ചിലപ്പോൾ അതിൽ കൂടുതൽ എടുക്കും. ഇവിടെ ഈ ചാർജിങ്ങിന്റെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡിപ്പെൻഡൻസി ഫാക്ടർ വരുന്നത് വെഹിക്കിളിനെ ബേസ് ചെയ്തിട്ടാണ്. ഓരോ വെഹിക്കിളിനും പല ബാറ്ററീസ് ആയിരിക്കും ഇരിക്കുന്നത്. ആ ബാറ്ററിയുടെ കപ്പാസിറ്റി വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് പലതരത്തിലും ചാർജിങ് ടൈം വേരി ചെയ്തുകൊണ്ടിരിക്കും. എഗെയിൻ ലെവൽ 1 ചാർജർ എന്ന് പറയുന്നത് നമ്മുടെ ഒക്കെ വീട്ടിൽ വെച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. 230 വോൾട്ട് ആണ്. ബട്ട് ഇറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ ടൈം. മാക്സിമം അതിന് കൊടുക്കാൻ പറ്റുന്ന പവർ കപ്പാസിറ്റി 3.3 kW ആണ് എന്നുള്ളതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. നൗ ലെവൽ 2ൽ എത്തുമ്പോൾ കുറച്ചുകൂടി ഒരു അഡ്വാൻസ്ഡ് ആവുകയാണ്. അവിടെ സിംഗിൾ ഫേസ് മാത്രമല്ല 3 ഫേസ് സപ്ലൈ നമുക്ക് എടുക്കാൻ കഴിയും. ലെവൽ 2ൽ മാക്സിമം കറന്റ് കപ്പാസിറ്റി സിംഗിൾ ഫേസ് ആണെങ്കിൽ 32 ആംപിയറും 415 വോൾട്ട് 3 ഫേസ് ആണെങ്കിൽ 63 ആംപിയറും ആയിരിക്കും. ഇനി ലോഡിന്റെ കേസിലേക്ക് വരുമ്പോൾ സിംഗിൾ ഫേസ് ആണെങ്കിൽ 7 kW, പരമാവധി നമുക്ക് 7 kW നമുക്ക് ലെവൽ 2 ചാർജർ വഴി നമുക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. എഗെയിൻ ഞാൻ പറയാണ്, ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് പവർ ട്രാൻസ്ഫർ കേപ്പബിലിറ്റി. ലെവൽ 1ൽ വി സോ ദാറ്റ് 3.3 kW ആണ് പവർ ട്രാൻസ്ഫർ കേപ്പബിലിറ്റി എങ്കിൽ ലെവൽ 2ൽ എത്തുമ്പോൾ 7 kW ആണ് സിംഗിൾ ഫേസിന്. 3 ഫേസിന് മാക്സിമം 43 kW വരെ പറ്റും. പക്ഷെ എഗെയിൻ നമ്മൾ നോക്കേണ്ടത് AC ലെവൽ, AC ആണ് ചാർജ് സപ്ലൈ കൊടുക്കുന്നത്. അപ്പൊ AC വെച്ചിട്ട് നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വെഹിക്കിളിനുള്ളിലുള്ള അതിനകത്തുള്ള ഓൺ ബോർഡ് ചാർജർ, ആ ചാർജർ DC ആക്കിയിട്ട് വേണം ബാറ്ററിയെ ചാർജ് ചെയ്യാൻ. അപ്പോൾ ഒരു വെഹിക്കിൾ എത്ര ഇൻപുട്ട് കൊടുത്തിട്ടും കാര്യമുള്ളൂ. ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള അറ്റ് പ്രസന്റ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വെഹിക്കിൾ പറഞ്ഞാൽ ഹ്യുണ്ടായി കോന. ഹ്യുണ്ടായി കോനയുടെ ഓൺ ബോർഡ് ചാർജറിന്റെ കപ്പാസിറ്റി 7 kW ആണ്.
അപ്പോൾ 7 kW 32 ആംപിയർ 230 വോൾട്ട് സപ്ലൈയിൽ 7 kWയുടെ നമുക്ക് ലെവൽ 2 ചാർജർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ടോട്ടലി ഫുൾ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ 3 ഫേസ് ഉള്ള 43 kW കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് 7 kW യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം 7 kW ആണ് ഓൺബോർഡ് ചാർജറിന്റെ കപ്പാസിറ്റി. ഇവിടെ ചാർജിങ് ടൈം ഞാൻ കാണിച്ചിട്ടുണ്ട് 5 to 6 hours. ഇതും സബ്ജക്റ്റഡ് ടു ബാറ്ററി ആൻഡ് വെഹിക്കിൾ ഇറ്റ് വിൽ വെയിറ്റ്. ഇതൊരിക്കലും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു കാര്യമല്ല ചാർജിങ് ടൈം എന്ന് പറയുന്നത്. സോ ലെവൽ 1 ആൻഡ് ലെവൽ 2 അഗെയിൻ AC സപ്ലൈ ആയിരുന്നു. അവിടെ വേരിയേഷൻ വന്നത് 1 നിന്ന് 2ലേക്ക് വന്നപ്പോഴേക്കും കപ്പാസിറ്റി കൂടി, പവർ ട്രാൻസ്ഫർ കപ്പാസിറ്റി കൂടി. ഇനി ലെവൽ 3ൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ലെവൽ 3 ഈസ് ടോട്ടലി അബൌട്ട് DC ഫാസ്റ്റ് ചാർജിങ്. ഡി മാത്രമാണ് നമ്മളിവിടെ കൊടുക്കുക. അപ്പോൾ DC മനസ്സിലാക്കേണ്ടത് DC ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയുന്നതാണ്. ഇനി കേട്ടൂടെ, ഞാൻ കൂടി പറയണം. ക്ലിയർ ആണോ? ഇപ്പൊ കേൾക്കാവോ? ക്ലിയർ ആണോ? ഓക്കെ. സോ ലെവൽ 3 ചാർജറിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ലെവൽ 3 എന്ന് പറയുന്നത് DC ആണ്, പ്യൂർലി DC ചാർജേഴ്സ് ആണ്. സോ ഇതിന്റെ ഇൻപുട്ട് നമ്മൾ 3 ഫേസ് AC സപ്ലൈ കൊടുക്കും. ലെവൽ 3 ചാർജർ 3 ഫേസ് AC ഇൻപുട്ടിനെ DC ആക്കി കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് DC ചാർജേഴ്സ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള കോൺഫിഗറേഷനിലുണ്ട്, പല പ്രോട്ടോകോൾസ് ഉണ്ട്. CCS എന്ന് പറയുന്ന പ്രോട്ടോകോൾ ഉണ്ട്, ഷാഡമോ എന്ന് പറയുന്ന പ്രോട്ടോകോൾ ഉണ്ട്, GBT എന്ന് പറയുന്ന പ്രോട്ടോകോൾ ഉണ്ട്, പല പ്രോട്ടോകോൾസ് ഉണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ലേറ്റർ ഉള്ള പ്രസന്റേഷനിൽ സി എന്തൊക്കെയാണ് ഇതൊക്കെ എന്നുള്ളത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം, ഇവിടെ DC സപ്ലൈ ആണ് ഡയറക്റ്റ് കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടത് 16 ആംപിയർ 32 ആംപിയർ 3 ഫേസിലെ 63 ആംപിയർ ഒക്കെയാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇവിടെ CCS എന്ന് പറയുന്ന പ്രോട്ടോകോൾ, DC ഫാസ്റ്റ് ചാർജിങ് പ്രോട്ടോകോൾ, നമുക്ക് 350 ആംപിയർ മനസ്സിലാവും. അതോടൊപ്പം തന്നെ ഷാഡമോയിലേക്ക് വരികയാണെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റിന്റെയാണ് CCS എന്ന് പറയുന്ന പ്രോട്ടോകോൾ. ഷാഡമോയുടെ കപ്പാസിറ്റി 400 ആംപിയർ ആണ്. ഇറ്റ് ക്യാൻ ഗോ അപ് ടു 600 ആംപിയർ. ഇനി അടുത്ത ലെവൽ വരുമ്പോൾ 600 ആക്കും എന്നാണ് പറയുന്നത്. GBT എന്ന് പറയുന്നത് ഒരു ചൈനീസ് പ്രോട്ടോകോൾ ആണ്. അത് GBT ആണ് നമ്മുടെ EV ഭാരത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്ത്യയിൽ ആദ്യം അഡോപ്റ്റ് ചെയ്ത ടെക്നോളജി അഗെയിൻ DC ഫാസ്റ്റ് ചാർജിങ്ങിന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 എണ്ണമാണുള്ളത്: CCS, ഷാഡമോ ആൻഡ് GBT. നമുക്ക് അറ്റ് പ്രസന്റ് നമുക്ക് DC ഫാസ്റ്റ് ചാർജിങ്ങിനുള്ള പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ കറണ്ട് റേറ്റിംഗ് ഇസ് വെരി ഹൈ ബിക്കോസ് വി ആർ പ്രൊവൈഡിങ് DC ഡയറക്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനുള്ള ചാർജിങ് ലോഡ് 10 kW മുതൽ വളരെ ഹൈ ആയിട്ടുള്ള എത്ര വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. എത്രയാണോ നമ്മുടെ ഇനി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വെഹിക്കിൾസിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് കൊടുക്കാം. ഷാഡമോയും മിനിമം 50 kW. ഞാൻ ഇതുവരെ പറഞ്ഞതിൽ ക്ലാസിഫിക്കേഷൻസിൽ മോഡ്സ് ഓഫ് ചാർജിങ്ങും അതുപോലെ തന്നെ ലെവൽ ഓഫ് ചാർജിങ് ആണ് പറഞ്ഞത്. മോഡ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ലെവൽ എന്ന് പറയുന്നത് പവർ ട്രാൻസ്ഫർ കേപ്പബിലിറ്റി. ഇതിൽ ഈ പിക്ചറിൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം ലെവൽ 2 ACയും ലെവൽ 2 DC തമ്മിലുള്ള ലെവൽ 2 ACയും ലെവൽ 3. ലെവൽ 3 എന്ന് പറഞ്ഞാൽ DC ഫാസ്റ്റ് ചാർജിങ്. AC സപ്ലൈ കൊടുക്കുന്നു. AC സപ്ലൈ വെഹിക്കിളിനുള്ളിലുള്ള ഓൺബോർഡ് ചാർജർ DC ആക്കിയിട്ട് ബാറ്ററിനെ ചാർജ് ചെയ്യുന്നു. ദാറ്റ് ഇസ് ലെവൽ 2 ചാർജിങ്. എന്നാൽ DC ഫാസ്റ്റ് ചാർജിങ് ആകുമ്പോഴേക്കും ഡയറക്റ്റ് ആയിട്ട് DC കൊടുക്കുന്നു, ബാറ്ററി ഡയറക്റ്റ് ചാർജ് ചെയ്യുന്നു. നമുക്ക് ഇനിയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതാണ്. ഇനിയുള്ള പ്രസന്റേഷനാണ് വരുന്നത്. നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ചാർജറാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. നോക്കേണ്ടത് ടൈപ്സ് ഓഫ് കണക്ടേഴ്സ്. ശരിക്കും ടൈപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു, മോഡ്, ലെവൽ, ടൈപ്പിലേക്കാണ് ഞാൻ വരുന്നത്. ടൈപ്പ് ഓഫ് കണക്ടേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും ജിയോഗ്രഫിക്കലി മാറുന്ന ഒരു കാര്യമാണ്. ടൈപ്പ് 1, ടൈപ്പ് 2 എന്നൊക്കെ പലരും പറയും. ടൈപ്പ് 2 AC ചാർജർ എന്ന് പറഞ്ഞാൽ എന്താണ്, ടൈപ്പ് 1 AC ചാർജർ എന്താണ് എന്നുള്ളത് ഈ ഒരു പിക്ചർ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടൈപ്പ് 1 എന്ന് ഞാൻ ആദ്യത്തെ നോർത്ത് അമേരിക്ക എന്ന് പറയുന്നിടത്ത് ടൈപ്പ് 1 മേളിൽ കാണിച്ചേക്കുന്ന കംപ്ലീറ്റ് AC ചാർജേഴ്സും താഴെ കാണിച്ചേക്കുന്ന കംപ്ലീറ്റ് DC ചാർജേഴ്സുമാണ്. ടൈപ്പ് 1ൽ നമുക്ക് നോക്കിയാൽ ടൈപ്പ് 1 നോർത്ത് അമേരിക്കൻ, ഇറ്റ്സ് ബേസിക്കലി ജിയോഗ്രഫിയാണ്. അമേരിക്കയിൽ യൂസ് ചെയ്യുന്നതാണ് ശരിക്കും ടൈപ്പ് 1 എന്ന് പറയുന്നത്. J1772 എന്ന് പറയുന്ന പോർട്ടാണ് ഇവിടെ
യൂസ്ഡിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ പിന്നിന്റെ കോൺഫിഗറേഷനിൽ ചെറിയൊരു മാറ്റം വരും. എന്നിട്ട് ചൈനയിൽ എത്തുമ്പോൾ GBT, നേരത്തെ ഞാൻ പറഞ്ഞു GBT ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇനി DC ഫാസ്റ്റ് ചാർജിംഗിലേക്ക് വരുമ്പോഴേക്കും ഇതൊക്കെ AC ചാർജിംഗ് ആണ്. DC ഫാസ്റ്റ് ചാർജിംഗിലേക്ക് 2 അഡീഷണൽ പിൻസ് നമുക്ക് താഴെ കാണാം. നോർത്ത് അമേരിക്ക ടൈപ്പ് 1ന്റെ തൊട്ട് താഴെയുള്ള അതിൽ 2 പിന്ന്, അതെന്ന് പറയുന്നത് DC ഫാസ്റ്റ് ചാർജിങ്ങിന് വേണ്ടിയുള്ള DC പവർ ട്രാൻസ്ഫറിനുള്ള പിന്നുകളാണ്. DC പോയിന്റും കൂടി ഇതിന്റെ കൂടെ വരുമ്പോഴേക്കും അത് CCS1 ആയി മാറി, കമ്പൈൻഡ് ചാർജിങ് സിസ്റ്റം. ഇനി ജപ്പാനിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് കാണാം 2 പിൻസ് വരുന്നു. ജപ്പാനിലെ ടൈപ്പ് 1ന് പകരമായിട്ട് ഉപയോഗിക്കുന്ന DC ഫാസ്റ്റ് ചാർജിങ് ആണ് ഷാഡമോ. നേരത്തെ ഞാൻ പറഞ്ഞു ഷാഡമോ ഒരു ഫാസ്റ്റ് DC ചാർജിങ് ആയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ആണ്. ഇനി യൂറോപ്പിൽ എത്തുമ്പോഴേക്കും നമുക്ക് യൂസ് ചെയ്യുന്ന പോർട്ട് ടൈപ്പ് 2 മിനിക്കീസ് പോർട്ടാണ്. അതുകൊണ്ട് അതിന്റെ കൂടെ 2 DC പോയിന്റും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലസ് മൈനസും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത് ടൈപ്പ് 2 CCS2 ആയിട്ട് മാറും. ടൈപ്പ് 1 ആണ് CCS1 ആയിട്ട് മാറുന്നത്, ടൈപ്പ് 2 ആണ് CCS2 ആയിട്ട് മാറുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിലെ പ്രോട്ടോകോൾ ആണ് ഇതാണ്. ഇത് തന്നെയാണ് നമ്മൾ എടുത്ത മിക്ക വണ്ടികൾ. ഇപ്പോൾ നമ്മൾ എടുത്ത ടാറ്റ നെക്സോൺ എടുത്തോട്ടെ, ഹ്യുണ്ടായി കോന എടുത്തോട്ടെ, MG DVS ഈ പ്രോട്ടോകോൾ ആണ്. മെനിക്കീസ് ടൈപ്പ് 2 അത് AC ടൈപ്പ് 2 എന്ന് പറയുന്നത് ഇതാണ് പ്രോട്ടോകോൾ. അത് DC ആയിട്ട് മാറുമ്പോഴേക്കും, DC ഫാസ്റ്റ് ചാർജിംഗിലേക്ക് മാറുമ്പോഴേക്കും CCS2 ആയിട്ട് മാറുന്നു. ഇനി ചൈനയിൽ വരുമ്പോഴേക്കും GBT AC001 എന്ന് പറഞ്ഞിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് GBT ആകുമ്പോഴേക്കും നമ്മുടെ DC-ലേക്ക് മാറുമ്പോൾ അതിന്റെ പിൻ കോൺഫിഗറേഷൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി റൈറ്റ് എൻഡിൽ ഇരിക്കുന്നതാണ് ടെസ്ല. നമുക്കറിയാം ഇലക്ട്രിക് വെഹിക്കിൾ മാനുഫാക്ചറിങ്ങിന്റെ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന മാനുഫാക്ചറിങ് കമ്പനിയാണ്. അവരുടെ കോൺഫിഗറേഷൻ ഇങ്ങനെയാണ്. നമുക്ക് ഇതുവരെ ഇന്ത്യയിൽ വന്നിട്ടില്ല. ടെസ്ല ഹാസ് അനൗൺസ്ഡ് 2021 ഇന്ത്യയിലേക്ക് വരും എന്ന് കഴിഞ്ഞ ദിവസം ഇലോൺ മസ്ക് ടെസ്ലയുടെ CEO അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഐ ഹോപ്പ് ഇതൊരു വളരെയധികം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ ഒരു ചാർജിങ് സ്റ്റേഷനിലേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ വണ്ടിയിൽ ഏത് തരത്തിലുള്ള കണക്ടർ ആണെന്ന് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ആ പോകുന്ന ചാർജിങ് സ്റ്റേഷനിൽ ഈ ഗണ്ണുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഷാഡമോയുടെ ഗൺ നമുക്ക് കാണാം. ഇത് ഷാഡമോയുടെ ഗണ്ണും താഴെ കാണുന്നത് വെഹിക്കിളിന് ഉള്ളിലുള്ള ഇൻലെറ്റ് പോയിന്റുമാണ്. ഇതിലാണ് നമ്മൾ കുത്തുന്നത് ഈ ഗൺ എടുത്തിട്ട്. GBT നോക്കുകയാണ് നെക്സ്റ്റ്. അതിന്റെ ഇൻലെറ്റ്, വെഹിക്കിൾ ഇൻലെറ്റ് ഇതായിരിക്കും. നമുക്കിപ്പോൾ നമ്മുടെ KCBയിൽ ഉപയോഗിക്കുന്ന E2O, മഹീന്ദ്ര E2O, അതുപോലെ തന്നെ ടാറ്റ ടിഗോർ, വെരിറ്റോ, ഈ വണ്ടികളൊക്കെ ഉപയോഗിക്കുന്നത് GBT ആണ് ടെക്നോളജി. സോ അവിടെ ഉപയോഗിക്കുന്ന ഗൺ ഇതായിരിക്കും. ഞാൻ നേരത്തെ കാണിച്ചു തന്നെയാണ് പിൻ കോൺഫിഗറേഷൻ. നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡുകളിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ് US എന്ന് കാണിക്കുന്നു കോംബോ 1, അത് CCS1 ആണ്. കോംബോ 2 എന്ന് പറയുന്നത് CCS2. എക്സാക്ട്ലി ഈ CCS2 ആണ് നമ്മളിപ്പോൾ വളരെയധികം വാഹനങ്ങൾ ഇവിടെ അഡോപ്റ്റ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റിലുള്ള സെയിം സാധനമാണ് നമ്മുടെ ഇവിടെ വരുന്ന മിക്ക വെഹിക്കിൾസും കൊണ്ടുവരുന്നത്. ഓക്കെ, ഇനി നമുക്കിതിനകത്തുള്ള പിന്നുകളെ പറ്റിയിട്ട് പറയാണ്. പിന്നുകളെ പറ്റി പറയുമ്പോഴേക്കും 2 വലിയ പിന്നുകൾ ഈ കണക്ടറുകളിൽ ഉണ്ടാവും. ആ 2 പിന്നുകളുടെയും പർപ്പസ് എന്ന് പറയുന്നത് DC ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. പ്രധാനമായിട്ട് പവർ ട്രാൻസ്ഫറിനാണ് അത് വെച്ചേക്കുന്നത്. പിന്നെ കുറച്ച് ചെറിയ പിന്നുകൾ ഉണ്ടാവും. ഞാനീ പറയുന്നത് DC ഫാസ്റ്റ് ചാർജിങ് പിന്നുകളുടെ കണക്ടേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. ഈ കണക്ടറുകളിൽ വലിയ പിന്നും ചെറിയ പിന്നും ഉണ്ടാവും. വലിയ പിന്നിന്റെ സോൾ പർപ്പസ് വിൽ ബി പവർ ട്രാൻസ്ഫർ. എന്നാൽ ചെറിയ പിന്നുകളുടെ പർപ്പസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. സോ DC പവർ ട്രാൻസ്ഫറിന് നമുക്കറിയാം ആകെ ഒരു പ്ലസും മൈനസും ഉള്ളൂ. 2 പിന്നുകളായിരിക്കും ഉണ്ടാകുന്നത്. ഇനി ഇതിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം കമ്മ്യൂണിക്കേഷൻ ആണ്. DC ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻസ് ആണ് എങ്കിൽ ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം, ബാറ്ററിയും ചാർജറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, എസ്പെഷ്യലി DC ഫാസ്റ്റ് ചാർജിങ് നടത്തുമ്പോഴേക്കും ഇറ്റ് ഈസ് വെരി നെസസറി. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ കമ്മ്യൂണിക്കേഷൻ. സോ ബാറ്ററി വെഹിക്കിളിനോട് പറയും എത്ര വോൾട്ടേജ്, എത്ര കറണ്ട് വേണമെന്നുള്ളത്. സോ ഹൗ മച്ച് ഐ നീഡ് എന്നുള്ളത് എക്സാക്ട്ലി ഇറ്റ് വിൽ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ചാർജർ. സോ അപ്പൊ ചാർജറിന് ഇപ്പൊ ഞാൻ പറഞ്ഞു ഓരോ ചാർജിങ് സ്റ്റേഷനിൽ വെച്ചേക്കുന്ന ചാർജറിന്റെയും പവർ റേറ്റിംഗ് വ്യത്യാസമായിരിക്കും. ചിലത് 50 kW ആയിരിക്കും, ചിലപ്പോൾ 25 kW ആയിരിക്കും, പലതും മാറി വരും. അപ്പോൾ വെഹിക്കിൾ ചോദിക്കുകയാണ് എനിക്ക് ഇത്ര കറണ്ട് വേണം, ഇത്ര വോൾട്ടേജ് വേണം. വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക്കലി ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അന്നേരം ചാർജറിനെ തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറയണം. ഇഫ് 20 ആംപിയർ അല്ലെങ്കിൽ 250 ആംപിയർ ചോദിക്കുകയാണെങ്കിൽ ചാർജറിന് അറ്റ് ദാറ്റ് മൊമെന്റ് 40 പറ്റുള്ളൂ എങ്കിൽ ഇറ്റ് ഹാസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദാറ്റ്. സോ അതിന് വേണ്ടിയിട്ട് ദർ ഇസ് കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി മച്ച് നെസസറി. അതിന് വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേഷന് നമുക്ക് ഓരോ കണക്ടറിനും
ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ പറഞ്ഞു CCS, കമ്പൈൻഡ് ചാർജിങ് സിസ്റ്റത്തിനാണെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന പവർ ലൈൻ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. എന്നാൽ ഷാഡമോ അല്ലെങ്കിൽ GBT എന്ന് പറയുന്ന 2 തരത്തിലുള്ള ചാർജ് കണക്ടേഴ്സ് ആണെങ്കിലും അവിടെ ഉപയോഗിക്കുന്ന CAN ടെക്നോളജി ആയിരിക്കും. ഇപ്പോൾ CAN ആണെങ്കിൽ നമ്മൾ PWM പൾസസ് ആയിട്ടായിരിക്കും കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. എന്നാൽ അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ നേരത്തെ പറഞ്ഞ CCS ആണെങ്കിൽ PLC ആയിരിക്കും. PLCയിൽ നമ്മൾ ഹൈ ലോ സിഗ്നൽസ് ആയിരിക്കും. അതിന്റെ ടെക്നിക്കൽ സൈഡാണ് ഞാൻ പറയുന്നത്. എഗെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഏതൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. GBTയിലും ഷാഡമോയിലും നമ്മൾ ഉപയോഗിക്കുന്നത് CAN ആണ്. അതുപോലെ CCSൽ PLC ആയിരിക്കും ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിന് വേണ്ട 2 പ്രധാനപ്പെട്ട പിന്നുകളാണ് പ്രോക്സിമിറ്റിയും കൺട്രോൾ പിന്നും. നമുക്ക് ഓരോ ഡയഗ്രത്തിലേക്ക് വരാം. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഈ പിക്ചറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 4 പ്രോട്ടോകോൾസ് നമുക്കിവിടെ കാണാം. ഒന്ന് GBT ആദ്യം കാണുന്നത്, രണ്ടാമത് CCS. നമുക്ക് CCSലേക്ക് വരാം. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഇനി വരാൻ പോകുന്ന മിക്ക ഹൈ പവർ റേറ്റിംഗ് ഉള്ള വണ്ടികൾക്കും ഇത് തന്നെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഗൺ. അതിനകത്തുള്ള 2 DC പ്ലസ് ആൻഡ് മൈനസ് നമുക്ക് കാണാം. ഇത് രണ്ടും പ്രധാനപ്പെട്ട 2 പിന്നുകളാണ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ പവർ ട്രാൻസ്ഫറിനാണ് ഉപയോഗിക്കുന്നത്. അതിന് മേളിൽ നമുക്ക് ഒരു പിന്ന് കാണാം, പ്രോക്സിമിറ്റി പൈലറ്റ്. പ്രോക്സിമിറ്റി പൈലറ്റ് പിന്നിന്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് വെഹിക്കിൾ ഡസ് നോട്ട് മൂവ് വൈൽ ഇറ്റ് ഈസ് ചാർജിങ്. നമ്മൾ വെഹിക്കിളിനെ ചാർജ് ചെയ്യാനായിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെഹിക്കിൾ പിന്നെ മൂവ് ചെയ്യാൻ പാടില്ല. വെഹിക്കിളും അതുപോലെ തന്നെ കണക്ടറും തമ്മിൽ കണക്റ്റ് ആയി ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിൽ കണക്റ്റഡ് ആയി എന്നും അതിനുശേഷം ഇതിന്റെ മോണിറ്റർ ചെയ്യേണ്ടതും വെഹിക്കിൾ മൂവ് ചെയ്യില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതും പ്രോക്സിമിറ്റി പിന്നിന്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ തൊട്ടടുത്ത മറ്റൊരു പിൻ കാണിക്കുന്നുണ്ട്, കൺട്രോൾ പൈലറ്റ്. കൺട്രോൾ പൈലറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അത് ആ പിൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ചാർജിങ്, അതായത് എത്ര ചാർജിങ് കറന്റ് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് കൺട്രോൾ പൈലറ്റ് ആണ്. വെഹിക്കിളിലേക്ക് എത്ര ചാർജിങ് കറന്റ്. സോ ചാർജിങ് കറന്റ് കൂടുമ്പോൾ നമുക്കറിയാം പവർ കൂടുതൽ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും, കുറച്ച് കഴിഞ്ഞാൽ പവർ കുറയും. സോ ബേസിക്കലി റേറ്റ് ഓഫ് ചാർജിങ് കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ പൈലറ്റ് ആയിരിക്കും. സോ പിന്നെ വരുന്ന മൂന്നാമത്തെ പോയിന്റ് ഗ്രൗണ്ട് ആണ്, എർത്ത് ആണ്, പ്രൊട്ടക്റ്റീവ് എർത്ത് ആണ്. അത് നിർബന്ധമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ആസ് പെർ IS സ്റ്റാൻഡേർഡ്സ് ആയിക്കോട്ടെ, IEC സ്റ്റാൻഡേർഡ്സ് ആയിക്കോട്ടെ, കണക്ടർ മുതൽ വെഹിക്കിളിന്റെ ഇൻലെറ്റ് വരെയുള്ള പോയിന്റിൽ നിർബന്ധമായിട്ടും ഗ്രൗണ്ട് ചെയ്തിരിക്കണം എന്നുള്ളത്. സോ അഗെയിൻ പറയുമ്പോൾ പ്രധാനപ്പെട്ട 2 പിന്നുകളാണ് DC ഫാസ്റ്റ് ചാർജിങ്ങിന് വേണ്ടത്, DC പ്ലസും മൈനസും പവർ ട്രാൻസ്ഫറിനും. എന്നാൽ കൺട്രോളിന് വേണ്ടിയിട്ടുള്ള 2 പിന്നുകളാണ് പ്രോക്സിമിറ്റി പിൻ. വെഹിക്കിൾ ഒരിക്കൽ ചാർജ് കണക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വെഹിക്കിൾ മൂവ് ചെയ്യില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് പ്രോക്സിമിറ്റി പിൻ യൂസ് ചെയ്യുക. കൺട്രോൾ പൈലറ്റ് യൂസ് ചെയ്യുന്നത് അഗൈൻ പവർ ട്രാൻസ്ഫറിന്റെ റേറ്റ് കൺട്രോൾ ചെയ്യാനാണ്. എത്ര കൂടുതൽ കറണ്ട് കൊടുക്കണം, കുറഞ്ഞു കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് കൺട്രോൾ പൈലറ്റ് ആണ്. നൗ കമ്മിങ് ടു GBTയിൽ നമ്മൾ പവർ ലൈൻ കമ്മ്യൂണിക്കേഷൻ അല്ല ഉപയോഗിക്കുന്നത്, CCSൽ അതായിരുന്നു. ഇവിടെ CAN H CAN L എന്ന് പറഞ്ഞിട്ട് 2 പിന്നുകൾ നമുക്ക് കാണാം. അതേപോലെ നമ്മൾ ഷാഡമോയിൽ റൈറ്റിൽ ബോട്ടത്തിൽ നോക്കിയാൽ ഷാഡമോ പ്രോട്ടോക്കോളും കാണാം, CAN L-ഉം CAN H-ഉം. എന്താണോ കൺട്രോൾ പൈലറ്റ് CCSൽ ചെയ്യുന്നത് സെയിം തന്നെയാണ് GBTയിലും ഷാഡമോയിലും CAN L-ഉം CAN H കോൺഫിഗറേഷൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിലും DC പോയിന്റുകൾ വളരെ തടിച്ച 2 പിന്നുകളായിരിക്കും. ബാക്കിയൊക്കെ പിന്നുകൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടായിരിക്കും. പിന്നെ വേറൊരു പ്രത്യേകത ഉള്ളത്, ഷാഡമോയിൽ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്, ചാർജർ സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും കൂടെ കമ്മ്യൂണിക്കേഷൻ 2 പിന്നുകളുണ്ട്. നമുക്ക് ബ്ലൂ കളറിൽ ചാർജ് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് 2 പിന്നുകളുണ്ട്. ഓക്സിലറി പവർ സപ്ലൈസിന് വേണ്ടിയിട്ട് 2 പിന്നുകൾ GBTയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടെസ്ലയിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാനുള്ള 2 വലിയ പിന്നുകൾ പവർ പിൻസ് ആണ്. ഇത് ബാക്കി കൺട്രോൾ പൈലറ്റും പ്രോക്സിമിറ്റി പൈലറ്റും ആണ് അതിനകത്ത് കാണിക്കുന്നത്. നമ്മുടെ ടെസ്ല നമ്മൾ ചാർജർ ഇവിടെ കാണാനായിട്ടുള്ള സാധ്യത ഇല്ല, ഇതുവരെ ചാർജിങ് സ്റ്റേഷൻസ് ഇവിടെ വന്നിട്ടില്ല. സോ ഇങ്ങനെയാണ് ശരിക്കും നമ്മളൊരു വെഹിക്കിളിന്റെ ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ചാർജിങ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ഗണ്ണുകൾ ഈ പറയുന്ന GBTയോ CCSോ ഷാഡമോയോ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും. സോ നമ്മളൊരു ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മളൊരു ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ വെഹിക്കിളിന് പറ്റിയ ഗണ്ണുണ്ടോ എന്നുള്ളതാണ് ഉറപ്പിക്കേണ്ടത്. ഫാസ്റ്റ് ചാർജിങ്ങിന് നമ്മുടെ വെഹിക്കിൾ CCS ആണ് എങ്കിൽ നമ്മുടെ ഗൺ ഇങ്ങനെ ഇരിക്കും,
നമ്മുടെ വെഹിക്കിളിന്റെ ചാർജിങ് പ്രോട്ടോകോൾ GBT ആണ് എങ്കിൽ പിന്നെ ഇങ്ങനെ ആയിരിക്കും. ഷാഡമോ ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. സോ ഷാഡമോയുടെ കേസ് ആണെങ്കിൽ ജാപ്പനീസ് ടെക്നോളജിയാണ്. സോ ഇവിടെ അധികം വെഹിക്കിൾസ് നമുക്ക് അറിയാമെന്നുള്ളത് തന്നെ. പക്ഷെ അവിടെ ഇന്ത്യൻ മാർക്കറ്റിൽ അത് വന്നിട്ടില്ല. ഇനി ഏതെങ്കിലും വരുമോ എന്നുള്ളതൊന്നും അറിയില്ല. എന്നാൽ CCSന്റെ ഒത്തിരി വെഹിക്കിൾസ് യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ് ആയതുകൊണ്ട് ഇന്ത്യയും അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ടെസ്ലയുടെ കേസിലാണെങ്കിൽ ടെസ്ല ഹാസ് എൻ ഇൻബിൽട്ടിങ് ആസ് സച്ച് വി ക്യാൻ ഇവിടെ കാണുന്നത് പോലെ. സോ ഇത്രയാണ് നമുക്ക് ഫണ്ടമെന്റ് ചെയ്യുമ്പോൾ ഒരു EV ഓണറിന് ഇത്രയും കാര്യം അറിയാമെങ്കിൽ മോർ ദാൻ ഇനഫ് ഏത് ചൂസ് ചെയ്യണം ഏത് വേണ്ട എന്നുള്ളത് പുള്ളിക്ക് ഇത് തീരുമാനിക്കാം. ഇനി നമുക്ക് വരുമ്പോൾ പ്രസന്റേഷനിൽ ഇനി അടുത്ത പാർട്ടായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഒരാൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഫണ്ടമെന്റലി നമ്മൾ ഗൈഡ് ലൈൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് മിനിസ്ട്രി ഓഫ് പവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളൊരു ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്ന ആൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം ഒരു ട്രാൻസ്ഫോമർ, എക്സ്ക്ലൂസീവ് ട്രാൻസ്ഫോമർ with all related substation equipment including safety appliances, but it is not necessary. ആവശ്യമുണ്ടെങ്കിൽ തരുന്ന സപ്ലൈയിൽ നമ്മുടെ ചാർജിങ് സ്റ്റേഷന്റെ ലോഡ് മാനേജബിൾ ആണ് എങ്കിൽ ഇറ്റ്സ് നോട്ട് റിക്വയർഡ്. എക്സ്ക്ലൂസീവ് ട്രാൻസ്ഫോമർ ഓൺലി ഇഫ് റിക്വയർഡ്, അല്ലാത്ത പക്ഷം നമുക്കതിന്റെ ആവശ്യമില്ല. Then 33 kV, 11 kV lines, cables, associated equipments including line termination etc. if required. Again ഈ രണ്ട് കണ്ടീഷൻസും only if required, otherwise it's not required. പിന്നെ സിവിൽ വർക്ക്സ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ചെയ്യാം. ദെൻ കേബിളിംഗ്, ഇലക്ട്രിക്കൽ വർക്ക്സ്, എൻഷുറിംഗ് സേഫ്റ്റി. ദെൻ വളരെ പ്രധാനപ്പെട്ട കാര്യം അഡക്വേറ്റ് സ്പേസ് ഫോർ ചാർജിങ് ആൻഡ് എൻട്രി ബാർ എക്സിറ്റ് ഓഫ് വെഹിക്കിൾസ്. ഒരു ചാർജിങ് സ്റ്റേഷൻ, അതായത് പബ്ലിക് ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ ആസ് പെർ MOP ഗൈഡ് ലൈൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് പ്രകാരം വെക്കുന്ന ഒരു ചാർജിങ് സ്റ്റേഷൻ ആണെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും ഒരു വണ്ടിക്ക് കയറി വന്നിട്ട് ഇറങ്ങി പോകാനായിട്ടുള്ള സൗകര്യം വളരെ കൃത്യമായിട്ട് നമ്മൾ ഒരുക്കണം എന്നുള്ളതാണ്. ഒരു ചാർജിങ് സ്റ്റേഷൻ ആർക്ക് വേണമെങ്കിൽ. നെക്സ്റ്റ്, ഒരു പബ്ലിക് ചാർജിങ് സ്റ്റേഷൻ വെക്കുമ്പോൾ അവിടെ ഏതൊക്കെ തരത്തിലുള്ള കോമ്പിനേഷൻ ഓഫ് ചാർജേഴ്സ് വെക്കണം എന്ന് MOP ഗൈഡ് ലൈൻസ് പറയുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഈ കാണുന്ന സ്ലൈഡ് കാണിക്കുന്നത്. സോ മിനിസ്ട്രി ഓഫ് പവറിന്റെ ഗൈഡ് ലൈൻസിൽ രണ്ട് തരത്തിലാണ് ചാർജസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഫാസ്റ്റ് എന്നും സ്ലോ അല്ലെങ്കിൽ മോഡറേറ്റ്. ഫാസ്റ്റ് ചാർജർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. DC ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ്സ് DC. പക്ഷേ AC-യിലും ഫാസ്റ്റ് ചാർജർ ഉണ്ട്, ഇതിൽ കാണിക്കുന്നുണ്ട്. വിൽ എക്സ്പ്ലെയിൻ ദാറ്റ്. സോ ഫാസ്റ്റ് ചാർജർ, കമ്പൈൻഡ് ചാർജിങ് സിസ്റ്റം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CCS ചാർജറിന് മിനിമം 50 kW. നമ്മളൊരു ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻ വെക്കുകയാണ്, ഒരു ആൾ വെക്കുന്നുണ്ട് എങ്കിൽ അവിടെ CCSന്റെ ഗണ്ണാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മിനിമം അതിന്റെ കപ്പാസിറ്റി 50 kW ആയിരിക്കണം. ഒരു ഗണ്ണ് മിനിമം ആണ് വെക്കേണ്ടത്. നമ്പർ ഓഫ് ഗൺസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് ഏത് വെഹിക്കിൾസിനാണെന്നുള്ളത് ലാസ്റ്റ് കാണിച്ചിട്ടുണ്ട്. 4W 4 വീലേഴ്സിനാണ്. അതിന്റെ വോൾട്ടേജ് റേറ്റ് നമുക്ക് കാണാം 200 volt to 750 ആൻഡ് ഹയർ ദാൻ ദാറ്റ്. അത്രയും വോൾട്ടേജ് റേഞ്ചിൽ വർക്ക് ചെയ്യാൻ കപ്പാസിറ്റികളാണ് CCS. നെക്സ്റ്റ് ചാർജ് ദ മൂവ്, ഷാഡമോ സിമിലർ ടു ദാറ്റ്. 50 kW ആണ് മിനിമം കപ്പാസിറ്റി പറയുന്നത്. 200 to 500 ആണ് വോൾട്ടേജ് റേഞ്ച്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇറ്റ് ഇസ് ഗോയിങ് ടു ഇൻക്രീസ് 600 ആയിട്ട് കൂടാൻ പോവാണ്. ഇനി ടൈപ്പ് 2 AC. സോ ടൈപ്പ് 2 AC എന്ന് പറയുന്നത് മിനിമം 22 kW ആയിരിക്കണം നിർബന്ധമായിട്ടും. ടൈപ്പ് 2 AC, അതിൽ താഴെയുള്ള ടൈപ്പ് 2 AC നമുക്ക് ഒരിക്കലും ഫാസ്റ്റിലേക്ക് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. കാരണം ഇത്രയും പവർ ട്രാൻസ്ഫർ കപ്പാസിറ്റി കൂടുതലായിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഫാസ്റ്റിലേക്ക് കൺസിഡർ ചെയ്യുന്നത്. മാത്രമല്ല അത് 3 phase ആണ് ടൈപ്പ് 2 AC. ഞാൻ നേരത്തെ പറഞ്ഞു ടൈപ്പ് 2 AC എന്ന് പറയുന്നതിന്റെ കൂടെ 2 DC പിൻ വെക്കുമ്പോഴാണ് മേലുള്ള CCS ആയിട്ട് മാറുന്നത്. സോ ഇതാണ് ഫാസ്റ്റ് ചാർജിങ്. ഇതിലെ ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും ഒരാൾക്ക് വെക്കാം എന്നുള്ളതാണ് MOP ഗൈഡ് ലൈൻസ് പറയുന്നത്. നെക്സ്റ്റ്, സ്ലോ അല്ലെങ്കിൽ മോഡറേറ്റ്. നേരത്തെ ഞാൻ പറഞ്ഞ GBT എന്ന് പറയുന്ന ചൈനീസ് ടെക്നോളജി തന്നെ ഭാരത് DC001. ഭാരത് DC001 രണ്ട് 15 kW രണ്ട് കോൺഫിഗറേഷൻസ് ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് 48 വോൾട്ടും മറ്റേത് 72 വോൾട്ടും ആണ്. അതിന് കാരണം ഓരോ നമ്മുടെ E2ന്റെ വേരിയൻസ്, അതുപോലെ തന്നെ ടിഗോർ, വെരിറ്റോ, ഇതിലൊക്കെ 48 വോൾട്ടും 72 വോൾട്ടും ഉണ്ട്. സോ അതുകൊണ്ടാണ് ഈ രണ്ട് കോമ്പിനേഷൻ പറയുന്നത്. 48 വോൾട്ടാണ് ചിലതിന്റെ ബാറ്ററി വോൾട്ടേജ് റേറ്റിംഗ്, മറ്റേത് 72 ആണ്. സോ അത് രണ്ടും സ്ലോ അല്ലെ മോഡറേറ്റ്, ശരിക്കും മോഡറേറ്റ് എന്ന് പറയാം നമുക്ക്. ഈ രണ്ട് DC001 രണ്ട് കപ്പാസിറ്റി 50 kW വോൾട്ടേജിന്റെ ഡിഫറൻസിലാണ് രണ്ടും മാറ്റുന്നത്. ഇതിൽ 15 kW 48 വോൾട്ടിലുള്ളത് നമുക്ക് 3 വീലേഴ്സിനും 2 വീലേഴ്സിനും ഉപയോഗിക്കാം. അതുപോലെ ടൈപ്പ്
ടു എ സിയും നമുക്ക് 3 വീലേഴ്സിനും 2 വീലേഴ്സിനും ഉപയോഗിക്കാൻ കഴിയും. നെക്സ്റ്റ് വരുന്ന കാര്യം ഭാരത് ഡി സി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാരത് എ സി. ഭാരത് എ സി എന്ന് പറയുന്ന സ്പെക്ക് മാക്സിമം വരുന്നത് 10 kW ആണ്. ശരിക്കും അത് 3 ഗണ്ണിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. 3.3 kWന്റെ 3 ഗണ്ണ്, അത് 3 കൂടെ ചേരുമ്പോഴാണ് ഇത് ശരിക്കും നമുക്ക് ഓട്ടോസിനും അതുപോലെ തന്നെ 2 വീലേഴ്സിനും ഒക്കെ ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് വെക്കാൻ കഴിയുന്നതാണ് ഈ ഭാരത് എ സി എന്ന് പറയുന്നത്. പക്ഷേ ഭാരത് എ സി ചാർജർ ആണെങ്കിലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതുമായിട്ട് കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു അഡാപ്റ്റർ ഈ ഓട്ടോസ് വെക്കേണ്ടി വരും. അതിനെ പറ്റിയിട്ട് നെക്സ്റ്റ് പ്രസന്റേഷനിൽ ഡീറ്റെയിൽ ആയിട്ട് മിഥുൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻ അല്ലെങ്കിൽ സ്ലോ അല്ലെങ്കിൽ മോഡറേറ്റ് ചാർജിങ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് മിനിസ്ട്രി ഓഫ് പവറിന്റെ ഗൈഡ് ലൈൻസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ്, എത്രയായിരിക്കണം അതിന്റെ മിനിമം പവർ റേറ്റിംഗ്. ഈ രീതിയിൽ ആണ് ഒരു നിർബന്ധമായിട്ട് ഒരു ചാർജിങ് സ്റ്റേഷൻ. ഇതിന്റെ ഏത് കോമ്പിനേഷനിൽ വേണമെങ്കിൽ തുടങ്ങാം, പക്ഷേ ഇങ്ങനെ മാത്രമേ തുടങ്ങാൻ പാടുള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് 2 വീലേഴ്സിന്റെയോ 3 വീലേഴ്സിന്റെയോ ചാർജിങ് സ്റ്റേഷൻസ് ആണെങ്കിൽ ഈ പറഞ്ഞതല്ലാത്ത ഏത് ചാർജർ വേണമെങ്കിലും നമുക്ക് വെക്കാം, പ്രൊവൈഡഡ് ദാറ്റ് അതിന്റെ ടെക്നിക്കൽ ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് CA സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ സ്റ്റാൻഡേർഡ്സ് പ്രകാരം ഉള്ളതായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്ന ഒരാൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നെറ്റ്വർക്ക് സർവീസ് പ്രൊവൈഡറിന്റെ കാര്യമാണ്. ഒരു നെറ്റ്വർക്ക് സർവീസ് പ്രൊവൈഡറുമായിട്ട് നിർബന്ധമായിട്ടും ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ വെക്കുന്ന ഒരാൾ ടൈപ്പ് ആയിരിക്കണം. കാരണം നമ്മളൊരു EV ഓണർ, നമ്മളൊരു പമ്പ് പോലെയല്ല, നമ്മൾ പെട്രോൾ അടിക്കുന്ന പോലെയല്ല. ഒരു സ്റ്റേഷനിൽ പോകുന്നതിന് മുമ്പ് അടുത്ത നമ്മുടെ മൊബൈൽ ആപ്പിൽ നോക്കുമ്പോൾ അടുത്ത അവൈലബിൾ ആയിട്ടുള്ള സ്റ്റേഷൻ ഏതാണെന്ന് നമുക്ക് അറിയണം, അതിന്റെ ലൊക്കേഷൻ ഏതാണെന്ന് അറിയണം കൃത്യമായിട്ട്. മാത്രമല്ല അവിടെ ഏതൊക്കെ ഗണ്ണുണ്ടെന്ന് അറിയണം, അവിടെ ഉള്ള ഗണ്ണിൽ ഏതാണ് ഇപ്പോൾ സ്ലോട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ 11 മണിക്ക് വണ്ടി എടുത്ത് പോവുകയാണ്, 11:30 അടുപ്പിച്ച് അവിടെ എത്തുന്നുണ്ടെങ്കിൽ 11:30 സ്ലോട്ട് അവൈലബിൾ ആണോ എന്ന് നമുക്ക് നോക്കണം. ഇല്ല എങ്കിൽ നെക്സ്റ്റ് അടുത്ത സ്ലോട്ട് എപ്പോഴാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഡേറ്റ വളരെ കൃത്യമായിട്ട് നമുക്ക് കിട്ടണം. അതിന് നെറ്റ്വർക്ക് സർവീസ് പ്രൊവൈഡറുമായിട്ട് നിർബന്ധമായിട്ടും ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ടാക്കുന്ന ആള് നിർബന്ധമായിട്ടും ടൈപ്പ് ഉണ്ടായിരിക്കണം. ഈ ഇൻഫർമേഷൻസ് ഡിസ്കോംസിന് കൈമാറാം, കൺസേൺ ഡിസ്കോംസിന്. ആ ഡിസ്കോംസ് സ്റ്റേറ്റ് നോഡൽ ഏജൻസിക്കും സെൻട്രൽ നോഡൽ ഏജൻസിക്കും കൊടുക്കണം. നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചും സ്റ്റേറ്റ് നോഡൽ ഏജൻസി ഫോർ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് KCB ലിമിറ്റഡ് ആണ്. സെൻട്രൽ എന്ന് പറയുന്നത് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി ആണ്. നൗ ഇത് കഴിഞ്ഞിട്ട് അതുപോലെ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ വെക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കണ്ടീഷൻ, മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ വെക്കുന്ന ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഏത് ചാർജറും ആയിക്കോട്ടെ NABL അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ലാബില് ഇത് ടെസ്റ്റ് സർട്ടിഫൈഡ് ആയിരിക്കണം നിർബന്ധമായിട്ടും, ഇല്ലാതെ ഇത് വെക്കാൻ കഴിയില്ലെന്നാണ്. നമുക്ക് അത്തരത്തിൽ സർട്ടിഫിക്കേഷൻ ഉള്ളത് ARIക്കാണ്, ഓട്ടോമോട്ടീവ് റിസർച്ച് അതോറിറ്റി ഓഫ് ഇന്ത്യ പൂനെ. ARIക്ക് ടെസ്റ്റ് ചെയ്ത് ഇത് ഈ ചാർജർ ഇറ്റ്സ് എലിജിബിൾ അല്ലെങ്കിൽ ഇതിന് നമുക്ക് ചാർജിങ് സ്റ്റേഷൻ ഉപയോഗിക്കാൻ കഴിയുന്നുള്ള സർട്ടിഫിക്കേഷൻ തന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ചാർജർ നമുക്ക് പബ്ലിക് ചാർജിങ് സ്റ്റേഷൻ എന്ന് പറയുന്ന പർപ്പസിന് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പബ്ലിക് ചാർജിങ് സ്റ്റേഷൻ ഉണ്ടാക്കാൻ പോകുന്ന ആൾ ടാക്സേഷൻസ് ഉണ്ട്. നമ്മുടെ നോൺ കൊമേഴ്സ്യൽ ആയിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഒരു ചാർജിങ് സ്റ്റേഷൻ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, വീട്ടിലേക്ക് നമ്മുടെ ഇൻഡിവിജ്വൽ ഇലക്ട്രിക്സ് നമ്മുടെ വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലേക്ക് ഒരു ചാർജർ വെക്കുന്നുണ്ടെങ്കിൽ അതിന് ഈ പറയുന്ന റിക്വയർമെന്റ്സിന്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ ക്യാപ്റ്റീവ് ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ, ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി, ആ കമ്പനിയുടെ അവരുടെ ലീസ് ചെയ്തേക്കുന്ന ഫ്ലീറ്റ്, അവിടെയുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഒരു ചാർജർ വെക്കുകയാണ്, പുറത്തുള്ള ആൾക്കാർക്ക് ചാർജ് ചെയ്യാൻ കൊടുക്കാതെ വെക്കുകയാണെങ്കിലും ഈ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസും റിക്വയർമെന്റ്സും ദേ ഡോണ്ട് ഹാവ് ടു ഫോളോ. പിന്നെ മറ്റൊരു കാര്യം ഗൈഡ് ലൈൻ കൃത്യമായിട്ട് പറയുന്നത് ഹൗസിംഗ് സൊസൈറ്റീസ്, മോൾസ്, ഓഫീസ് കോംപ്ലക്സസ്, റെസ്റ്റോറൻറ്റ്സ്, ഹോട്ടൽസ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിർബന്ധമായിട്ടും നമ്മൾ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈ പമ്പ് എന്ന് പറയുന്ന പോലെ ഗ്യാസ് ഫില്ലിംഗ് അല്ലെങ്കിൽ പെട്രോൾ ഫില്ല് ചെയ്യുന്ന പോലെ അല്ല. എഗെയിൻ പറഞ്ഞാൽ നമുക്ക് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന് എത്ര ടൈം എടുക്കും, എത്ര ടൈമിലാണ് ഇത് ചാർജ് ആവുന്നത് എന്നൊക്കെയുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് നമ്മുടെ നെക്സ്റ്റ് പ്രസന്റേഷൻ നിമിത്തം ഓരോ വെഹിക്കിളിന്റെയും സ്വഭാവം അനുസരിച്ചിട്ട് നമുക്ക് കാണിച്ചു തരും. അതിലേക്ക് ഞാൻ പോകുന്നില്ല. സോ പറയാൻ വന്ന ക്രക്സ് ഇത്രയേ ഉള്ളൂ. ഇത്തരത്തിൽ നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് ചാർജിങ് പോയിന്റ്സ് വരേണ്ടത്. ഒരു പബ്ലിക് ചാർജിങ് സ്റ്റേഷൻസ് എന്ന് പറയുന്നത് ഈ ഒരു കോൺസെപ്റ്റിൽ എല്ലാ മോൾസിലും ഓഫീസസിലും ഒക്കെ ഇത് വെക്കേണ്ടതാണ്. ഇത് MOP നിഷ്കർഷിക്കുന്നതാണ്. ഇനി അടുത്ത പബ്ലിക് ചാർജിങ് സ്റ്റേഷൻസ് തുടങ്ങാൻ കഴിയും എന്നുള്ളതാണ്. Who all can
set up a public charging station. അതിനെപ്പറ്റി പറയുമ്പോൾ പബ്ലിക് ചാർജിങ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഡീലൈസൻസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് അത് സെറ്റപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. ആർക്ക് വേണമെങ്കിലും ഒരു പബ്ലിക് ചാർജിങ് സ്റ്റേഷൻ ഉണ്ടാക്കാം. എനി ഇൻഡിവിജ്വൽ ഓർ എൻറ്റിറ്റി ഈസ് ഫ്രീ ടു സെറ്റ് അപ്പ് പബ്ലിക് ചാർജിങ് സ്റ്റേഷൻ. ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, ടെക്നിക്കൽ സേഫ്റ്റി ആൻഡ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് ആസ് പെർ പ്രോട്ടോകോൾ ആയിരിക്കണം. അതിൽ യാതൊരു വേരിയേഷൻ വരാൻ പാടില്ല, എക്സെപ്റ്റ് ദാറ്റ് ദർ ഇസ് നോ അതർ ഇഷ്യൂസ്. അപ്പോൾ ഒരു പബ്ലിക് ചാർജിങ് സ്റ്റേഷൻ ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാൾ ചെയ്യേണ്ടത് ഓൾ ഹി ഹാസ് ടു ഡു ഇസ് ലൈക്ക് സെറ്റപ്പ് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിക്ക് അത് ചെയ്യാനായിട്ടുള്ള കണക്ടിവിറ്റിയുടെ ആപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ചാർജിങ് സ്റ്റേഷന് എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കേണ്ടതുമാണ്. പിന്നെ ഒരു പ്രൊവിഷൻ ഇതിൽ പറയുന്നത് ഒരു ചാർജിങ് സ്റ്റേഷനോ അല്ലെങ്കിൽ ചാർജിങ് സ്റ്റേഷൻ നെറ്റ്വർക്കിനോ നമുക്ക് ഇലക്ട്രിസിറ്റി ഓപ്പൺ ആക്സസ് വഴി കൊണ്ടുവരാനായിട്ടുള്ള അധികാരവും ഈ MOPയുടെ ഗൈഡ് ലൈൻസിൽ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇലക്ട്രിക് വെഹിക്കിൾ സപ്ലൈ എക്യുപ്മെന്റ് എന്ന് പറയുന്ന ഈ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ ഇലക്ട്രിക് വെഹിക്കിളിനെ ചാർജ് ചെയ്യാനല്ലാതെ വേറൊരു പർപ്പസിനും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഫൈനൽ ആയിട്ടുള്ള കണ്ടീഷൻ. ഇത്രയാണ് നമ്മൾ ശരിക്കും വെഹിക്കിൾ EV ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ ഒരു പബ്ലിക് ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ള രീതിയിൽ ഉണ്ടാക്കുന്നതിനുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അത് ആർക്കൊക്കെ ചെയ്യാന്നുള്ളതും പറഞ്ഞു. നെക്സ്റ്റ് ഇനി വരുന്ന കാര്യം ഇലക്ട്രിസിറ്റി ബോർഡിന്റെ റോൾ എന്താണ് എന്നുള്ളതാണ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിനെ KSCB-നെ നമ്മളെ സ്റ്റേറ്റ് ഗവൺമെന്റ് EV ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ നോഡൽ ഏജൻസി ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കുറെ കാലമായിട്ട്. സോ ബോർഡ് ഓൾറെഡി ഒരുപാട് ചാർജിങ് സ്റ്റേഷൻസ് ചെയ്തു, അതിലേക്ക് വരാം. അതിന് മുമ്പ് അതോടൊപ്പം തന്നെ നമ്മൾ ഓൾമോസ്റ്റ് 250 ചാർജിങ് സ്റ്റേഷൻസ് ആണ് വേരിയസ് ഗവൺമെന്റ് സ്കീംസിൽ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. EV ചാർജിങ് സ്റ്റേഷൻസ് 250+. സോ അതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാം നമ്മൾ ഓൾറെഡി 6 ചാർജിങ് സ്റ്റേഷൻസ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി എൻ്റെ കമ്മീഷൻ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നേമത്ത് ഇലക്ട്രിക്കൽ സെക്ഷനിൽ, കൊല്ലം ഔല ഇലക്ട്രിക്കൽ സെക്ഷൻ, പാലാരിവട്ടം ഹെഡ് ക്വാർട്ടേഴ്സ് കോംപ്ലക്സിൽ KSCB-യുടെ, തൃശ്ശൂർ വിയ്യൂർ സബ്സ്റ്റേഷനിൽ, കോഴിക്കോട് നല്ലളം സബ്സ്റ്റേഷനിൽ, അതുപോലെ കണ്ണൂർ ചൊവ്വ സബ്സ്റ്റേഷനിൽ, ഇത്രയും ഭാഗത്ത് ഓൾറെഡി ചാർജിങ് സ്റ്റേഷൻസ് നമ്മൾ കമ്മീഷനിങ് കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ മാസം തന്നെ അത് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഇനോഗ്രേറ്റ് ചെയ്ത് തുറന്നു കൊടുക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഫർദർ 250 ചാർജിങ് സ്റ്റേഷൻസിൽ 56ഓളം ചാർജിങ് സ്റ്റേഷൻസിന്റെ ടെൻഡറിങ് പ്രോസസ് ഏകദേശം കംപ്ലീറ്റഡ് ആണ്. FAQ സെഷൻ, Q&A സെഷനിൽ നമ്മുടെ റീസലൻ AXC സിനി ജോൺ മാഡം വിൽ ഓൾസോ ജോയിൻ. സോ ഇതിന്റെ നോഡൽ ഏജൻസി എന്നുള്ള രീതിയിൽ ബോർഡിന്റെ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചറിന് വളരെ തുടക്കം മുതൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ് മാഡം. സോ എനി ക്വസ്റ്റ്യൻസ് വി ക്യാൻ ആൻസർ ദയർ. ആ ഭാഗത്ത് നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതിൽ 1-2 സ്റ്റേഷൻസ് നമ്മൾ ഇപ്പോൾ ചെയ്ത് ഇത് വിയ്യൂർ സബ്സ്റ്റേഷനിൽ ചെയ്ത ചാർജിങ് സ്റ്റേഷനാണ്. അപ്പൊ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞു CCS ഷാഡമോ എന്നൊക്കെ പറഞ്ഞത്. ഇനി നമുക്കിത് നോക്കുമ്പോൾ വളരെയധികം മനസ്സിലാവും. കാരണം ഇവിടെ 2 എണ്ണമാണ് വെച്ചിട്ടുള്ളത്. ലെഫ്റ്റിൽ ഇരിക്കുന്നത് ഒരിടത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 ഗൺ കാണാം, വലത്തും ഇടത്തും കാണാമെന്ന് എനിക്കറിയില്ല. ഇത് നല്ലളം സബ്സ്റ്റേഷനിലാണ്. നല്ലയിടത്ത് റൈറ്റിൽ വെച്ചേക്കുന്നതിന്റെ 2 സൈഡിലും ഗണ്ണുണ്ട്. എന്നാൽ ഇപ്പുറത്തിരിക്കുന്നതിൽ 1 ഗണ്ണേ ഉള്ളൂ. ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം 2 ഗണ്ണുള്ളതിൽ ഒരെണ്ണം CCS, മറ്റേത് ഷാഡമോയാണ്. ഈ കേട്ടൂടെ, ഇതിൽ 2 ഗണ്ണിൽ ഒരെണ്ണം CCS-ഉം മറ്റേത് ഷാഡമോയാണ്. സോ മറ്റേ കാണുന്നതെന്ന് പറയുന്നത് GBT ആണ്, നമ്മുടെ ഭാരത് DC. ഈ ഒറ്റ ഗണ്ണുള്ള സാധനം നമ്മുടെ E2 വെറിറ്റോ അങ്ങനെയുള്ളത് ചാർജ് ചെയ്യാനേ പറ്റുള്ളൂ. അതിന്റെ കപ്പാസിറ്റി 20 kW ആണ്. മറ്റേ വലുത് ഇത് 6 സ്റ്റേഷനിലും ഇത് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് 60 kW ആണ്. ഈ 2 ഗണ്ണുള്ള DC ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷനിൽ ഇരിക്കുന്നത്. സോ 60 kW കപ്പാസിറ്റി ഉണ്ട്. സോ CCS ആണെങ്കിലോ ഷാഡമോ വെഹിക്കിൾ ആണെങ്കിലും രണ്ടും ഒരുമിച്ച് നമുക്ക് ഇത് വെച്ചിട്ട് ചാർജ് ചെയ്യാൻ കഴിയും. മറ്റത് GBT ആണ്, 20 kW ആണ് അതിന്റെ കപ്പാസിറ്റി കാണിച്ചിരിക്കുന്നത്. മാസ്റ്റെക് എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് മാനുഫാക്ചർ ചെയ്ത് സപ്ലൈ ചെയ്തേക്കുന്നത്. ഇതിന്റെ ശരിക്കും പാനസോണിക്കിന്റെ ചാർജറാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ പറഞ്ഞ ലൊക്കേഷൻസിലുള്ള ചാർജിങ് സ്റ്റേഷൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണാം. കണക്ടർ എങ്ങനെ ഇരിക്കും എന്നുള്ളത്, അതുപോലെ തന്നെ എത്ര സമയത്ത് നമുക്കൊരു ഇലക്ട്രിക് വെഹിക്കിൾ കൊണ്ടുവന്ന് ചാർജ് ചെയ്യാൻ കഴിയുന്നുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞാൽ കൺട്രോൾ, പിന്നെ എത്ര ചാർജിങ് കറണ്ട് എങ്ങനെ കൺട്രോൾ ചെയ്യുന്നുള്ള ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു പ്രിഫൈസ് എന്നുള്ള രീതിയിൽ EV ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ കേരളത്തിൽ എന്ത് നടക്കും എന്നുള്ള രീതിയിൽ നെക്സ്റ്റ് പാർട്ട് ഓഫ് പ്രസന്റേഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ലൈക്ക് ഇതിന്റെ കോസ്റ്റ് അനാലിസിസ്, അതുപോലെ തന്നെ
എങ്ങനെയാണ് ശരിക്കും ചാർജിങ് സ്റ്റേഷൻസ് നമുക്ക് ബെനിഫിറ്റഡ് ആയി മാറുന്നത്, അതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ശരിക്കും മിഥുൻ ഡിസ്കസ് ചെയ്യുന്നത്. മിഥുൻ യു ദേർ? കേൾക്കുന്നുണ്ട് സർ. സോ ഞാൻ മിഥുനിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. Mithun is a senior engineer, tangible projects ആണ് പുള്ളി ഡെസിഗ്നേഷൻ. ഈസ് M.Tech in power and energy from Amrita Institute of Engineering and Sciences. പുള്ളി ഹീസ് എ വെൽ ഈ കാര്യത്തിൽ വളരെയധികം നോളജ് ഉള്ള ഒരാളാണ്. സോ മിഥുൻ, can you go ahead? പ്രസന്റേഷൻ ഷെയർ ചെയ്യാലോ? ഞാൻ ക്യാൻസൽ ചെയ്യട്ടെ? ക്യാൻസൽ ചെയ്തോ സർ. So good evening one and all. ആദ്യം തന്നെ KCBക്കും KCB ഓഫീസർ അസോസിയേഷൻ പിന്നെ സജിൻ സാറിനും എല്ലാവർക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് മിഥുൻ. ഞാൻ കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചാർജ് മോഡിലെ എഞ്ചിനീയർ ആണ്. സോ ചാർജ് മോഡ് എന്നുള്ളത് BPM പവറിന്റെ ഒരു ബിസിനസ് വെർട്ടിക്കലാണ്. സോ പ്രധാനമായിട്ട് ഞങ്ങൾ EV ചാർജിങ് സൊല്യൂഷൻസ്, എനർജി സ്റ്റോറേജ്, പിന്നെ റിന്യൂവബിൾ ഗ്രിഡ് ടെക്നോളജി, ഈ ഏരിയസിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് നോക്കാം എന്താണ് ഇ മൊബിലിറ്റി. സോ ഇലക്ട്രിക് മൊബിലിറ്റി അഥവാ ഇ മൊബിലിറ്റി എന്ന് വെച്ചാൽ വൈദ്യുതി വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് ഇ മൊബിലിറ്റി എന്ന് പറയുന്നത്. സോ എന്തിനാണ് ഇ മൊബിലിറ്റി? സോ ഇതുകൊണ്ട് 4 ഏരിയസ് ആണ് ഫോക്കസ് ചെയ്യുന്നത് ഇ മൊബിലിറ്റിയോടെ. ഒന്ന്, 2018 ഒരു പാരീസ് എഗ്രിമെന്റ് ഇന്ത്യ ഉൾപ്പെടെ 189 രാജ്യങ്ങൾ സൈൻ ചെയ്തിരുന്നു. സോ അതിൽ പറയുന്ന പ്രധാന കാരണം എന്താന്ന് വെച്ചാൽ ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻ കുറയ്ക്കുക. സോ അതുവഴി ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ പൊരുതുക, ആ ഒരു അംബിഷനോടെയാണ് പാരീസ് അഗ്രിമെന്റിൽ ഗവൺമെന്റ് സൈൻ ചെയ്യുന്നത്. സോ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെ നിരത്തുകളിൽ ഓടുന്ന IC എഞ്ചിൻ വാഹനങ്ങളുടെ അളവ് കുറയ്ക്കുകയും ഇലക്ട്രിക് വെഹിക്കിളിനെ പ്രൊമോട്ട് ചെയ്യാനും ഗവൺമെന്റ് തീരുമാനിച്ചത്. സോ ഇലക്ട്രിക് വെഹിക്കിൾസ് ഇപ്പോഴാണ് അവരുടെ പോപ്പുലേഷൻ കുറച്ച് കൂടി വന്നത് എങ്കിലും പണ്ട് തന്നെ ഈ ഒരു ടെക്നോളജി നിലവിലുണ്ടായിരുന്നു. സോ 1828 ആദ്യത്തെ ഇലക്ട്രിക് വെഹിക്കിൾ വരുന്നത്. സോ പിന്നീട് 1900 തുടക്കത്തിലാണ് ഇലക്ട്രിക് കാർസ് കൂടുതൽ പോപ്പുലാരിറ്റി ആയി വരുന്നത്. സോ പിന്നീട് എങ്ങനെ അതിന്റെ പെർഫോമൻസ് കൂട്ടാം, ബാറ്ററി റേഞ്ച്, ഇതെല്ലാം എങ്ങനെ കൂട്ടാൻ സാധിക്കും. സോ അതിനെക്കുറിച്ച് തന്നെ എഡിസൺ ബാറ്ററി ടെക്നോളജിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു സ്റ്റഡി നടത്തി. പക്ഷെ പിന്നീട് ഏകദേശം 1920 ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ പോപ്പുലാരിറ്റി കുറഞ്ഞു വരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ ക്രൂഡ് ഓയിൽ വരികയും സോ അതിന്റെ വളരെ വിലക്കുറവും പിന്നെ നല്ല റോഡുകളും കാരണമാണ് ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ പോപ്പുലാരിറ്റി കുറഞ്ഞു വരാൻ കാരണം ഉണ്ടായത്. സോ പിന്നീടുള്ള വരും വർഷങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ക്രൂഡ് ഓയിലിന്റെ അവൈലബിലിറ്റി കുറയുകയും പ്രൈസ് കൂടുകയും ചെയ്തു. സോ വീണ്ടും ഇലക്ട്രിക് വെഹിക്കിൾസിലേക്ക് പോകാൻ നമ്മൾ നിർബന്ധിതരായി. സോ അങ്ങനെയാണ് 2006 ടെസ്ല എന്ന ഇലക്ട്രിക് സ്റ്റാർട്ടപ്പ് കമ്പനി വരുന്നത്. സോ പിന്നീട് 2 വർഷത്തിനുള്ളിൽ അവർ ആദ്യ മോഡലായ ടെസ്ല റോഡ്സ്റ്റർ ഇറക്കുകയും സോ അതുവഴി വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. സോ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് പല വേരിയന്റിലുള്ള 2 വീലർ 3 വീലർ 4 വീലർ കാറ്റഗറിയിലാണ്. സോ ഇനി ഇലക്ട്രിക് വെഹിക്കിൾസ് പ്രധാനമായും 3 ടൈപ്സ് ആണുള്ളത്. ഒന്ന് ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾസ്. സോ അതായത് ഒരു IC എഞ്ചിൻ കാണും, അതോടൊപ്പം തന്നെ ഒരു ഇലക്ട്രിക് മോട്ടറും കാണും, അതിനെ പവർ ചെയ്യാനായിട്ടൊരു ബാറ്ററിയും കാണും. സോ തുടക്കത്തിൽ ഇലക്ട്രിക് മോട്ടോർ വെച്ചിട്ടായിരിക്കും ആ കാർ ഓടുന്നത്. പക്ഷെ പിന്നീട് സ്പീഡ് അഥവാ ലോഡ് കൂടുന്നതനുസരിച്ച് ഈ മോട്ടോർ കട്ടാവുകയും IC എഞ്ചിനിലേക്ക് മാറുകയും ചെയ്യും. സോ അതാണ് ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ. സോ അതിന്റെ ഒരു ഏകദേശം റേഞ്ച് എന്ന് പറയുന്നത് 10 കിലോമീറ്ററിൽ താഴെയാണ്. സോ ഈ ബാറ്ററി ചാർജ് ചെയ്യുന്നത് റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ്. അതായത് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോഴുണ്ടാകുന്ന കൈനറ്റിക് എനർജിനെ തിരിച്ച് ഇലക്ട്രിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ഈ ബാറ്ററി ചാർജ് ചെയ്യുന്നത്. സോ ഇനി അടുത്തത് വരുന്നത് പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ ആണ്.
അതും ഇതുപോലെ സെയിം മെക്കാനിസം തന്നെയാണ്. പക്ഷെ ബാറ്ററിനെ നമുക്കൊരു എക്സ്റ്റേണൽ സോക്കറ്റ് വഴി ചാർജ് ചെയ്യാൻ സാധിക്കും. സോ അതാണ് ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളും പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളും തമ്മിലുള്ള വ്യത്യാസം. ഇനി ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് വരുമ്പോൾ പൂർണ്ണമായും വൈദ്യുതിയിൽ ഓടുന്ന ഒരു വണ്ടിയാണ്. സോ പെട്രോളിന്റെ ഡീസലിന്റെ ഒരു ആവശ്യമില്ലാതെ പൂർണ്ണമായും വൈദ്യുതിയിൽ ഓടുന്ന ഒരു വാഹനമാണ് ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിൾ. സോ ഇനി മെയിൻ കമ്പോണൻസ്, ഒരു ഇലക്ട്രിക് കാർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ പ്രധാനമായിട്ടും വരുന്നത് ബാറ്ററി. സോ ബാറ്ററിയാണ് അതിന്റെ മനുഷ്യ ശരീരത്തിലെ ഹൃദയം എന്ന പോലെ ബാറ്ററിയാണ് ഒരു ഇലക്ട്രിക് വെഹിക്കിളിന്റെ ഹേർട്ട് എന്ന് പറയുന്നത്. സോ പിന്നീട് വരുന്നത് പല ടൈപ്പ് കൺവേർട്ടേഴ്സ് ആണ്. AC to DC, DC to DC, പിന്നെ ഒരു ഓൺബോർഡ് ചാർജർ, പിന്നീട് ബാറ്ററിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് BMS ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റവും കാണും. സോ അതുകൂടാതെ തന്നെ ബാറ്ററിയുടെ ഹീറ്റിംഗ് കുറയ്ക്കാനും ഒക്കെ ആയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് തെർമൽ മാനേജ്മെന്റ് സിസ്റ്റവും ഇന്റഗ്രേറ്റഡ് ആണ്. സോ ഇനി മറ്റൊരു മെയിൻ പാർട്ടാണ് ഇലക്ട്രിക് മോട്ടർ. സോ ഇലക്ട്രിക് മോട്ടർ നമുക്ക് പല വേരിയന്റ് ഉണ്ട്. ബ്രഷ്ഡ് മോട്ടർ, ബ്രഷ്ലെസ് DC മോട്ടർ, ഇൻഡക്ഷൻ മോട്ടർ, PMSM, അങ്ങനെ പല വേരിയന്റുകളിലുള്ള മോട്ടോഴ്സ് ഉണ്ട്. സോ അത് ഒരു മോട്ടോർ സെലക്ട് ചെയ്യുമ്പോൾ പ്രധാനമായും പല കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് അതിന്റെ കോസ്റ്റ്, പിന്നെ എഫിഷ്യൻസി, പിന്നെ അതിന്റെ കൺട്രോളിംഗ് ടെക്നിക്സ്, പിന്നെ പവർ ഡെൻസിറ്റി. സോ ഇതെല്ലാം ഒത്തു വന്ന ഒരു മോട്ടറാണ് പെർമനന്റ് മാഗ്നറ്റ് സിങ്ക്രണസ് മോട്ടോർ, PMSM. സോ ഇപ്പൊ നിരത്തിലുള്ള ഇലക്ട്രിക് 4-വീലറുകളിൽ, അതായത് നെക്സോൺ EV ആയാലും ഹ്യുണ്ടായി കോന, MG ZS-EV, ഇതിലെല്ലാം നമുക്ക് കാണാവുന്ന ഒരു കോമൺ ഇലക്ട്രിക് മോട്ടറാണ് PMSM മോട്ടോർ. ഇനി ഒരു ഇലക്ട്രിക്കൽ സ്കീം എടുക്കുകയാണെങ്കിൽ ബാറ്ററിയിൽ നിന്നാണ് തുടങ്ങുന്നത്. സോ ബാറ്ററിയിൽ നിന്നുള്ള DC പവറിനെ നമ്മുടെ മോട്ടറിനെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പക്ഷെ മോട്ടർ റൺ ചെയ്യുന്നത് എന്തിലാണ്? AC പവറിലാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു DC to AC കൺവേർട്ടർ യൂസ് ചെയ്യുന്നത്. സോ ആ AC പവർ ഉപയോഗിച്ചിട്ട് നമ്മുടെ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുകയും കറസ്പോണ്ടിങ് മോഷൻ നമ്മുടെ വീലുകളിൽ വരികയും ചെയ്യും. ആൻഡ് ഇൻ കേസ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് മെക്കാനിസം ഉണ്ടെങ്കിൽ ആ ഒരു കൈനറ്റിക് എനർജീനെ തിരിച്ച് ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ജനറേറ്ററും കാണും. സോ അങ്ങനെ 1% ചാർജ് വീണ്ടും ബാറ്ററിയിലേക്ക് തിരിച്ചു പോകും. ഏകദേശം ഒരു 30% എക്സ്റ്റെൻഡഡ് മൈലേജ് ആണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ടെക്നോളജിയിലൂടെ ഒരു വൈദ്യുതി വാഹനത്തിന് കിട്ടുന്നത്. സോ പിന്നീട് വരുന്നതാണ് ഓൺബോർഡ് ചാർജർ. സോ അതൊരു ഇൻബിൽ കൺവേർട്ടർ ആണ്, AC to DC. അതായത് AC ചാർജർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഈ ഓൺബോർഡ് കൺവേർട്ടറിനെ വെച്ചിട്ടായിരിക്കും കറസ്പോണ്ടിങ് AC പവർ DC ആയിട്ട് ബാറ്ററിയിലേക്ക് പോകുന്നത്. സോ അടുത്തത് ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ബാറ്ററി. സോ ബാറ്ററി തന്നെ പല വേരിയന്റ് ഉണ്ട്, പല കെമിസ്ട്രിയിലുള്ള ബാറ്ററീസ് ഇന്ന് അവൈലബിൾ ആണ്. സോ അതിൽ പ്രധാനമായിട്ടും വരുന്നത് ലിഥിയം അയോൺ ബാറ്ററീസ് ആണ്. സോ ഒന്നതിന്റെ പ്രധാനമായിട്ടും ലിഥിയം അയോൺ ബാറ്ററീസ് ഇലക്ട്രിക് വണ്ടികൾ ഉപയോഗിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ എഫിഷ്യൻസി, പിന്നെ ടെമ്പറേച്ചർ ബാലൻസ്, പിന്നെ SOC, അതുപോലെ കുറെ കാരണങ്ങൾ കൊണ്ടാണ് ലിഥിയം അയോൺ ബാറ്ററീസിലേക്ക് എല്ലാവരും ചുവടുവെക്കുന്നത്. പിന്നെ ഇതിന്റെ ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ കോസ്റ്റ്. മറ്റുള്ള ബാറ്ററി വെച്ച് നോക്കുമ്പോൾ കോസ്റ്റ് പെർ വാട്ട് അവർ ഈസ് കൂടുതലാണ് ലിഥിയം അയോൺ ബാറ്ററീസ്. പിന്നീട് 2-വീലർ സെഗ്മെന്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ലെഡ് ആസിഡ് ബാറ്ററീസ് ആണ് കൂടുതലും കാണാൻ സാധിക്കും. പക്ഷെ ഇപ്പോൾ ഉള്ള 2-വീലേഴ്സും 3-വീലേഴ്സും എല്ലാം ലിഥിയം അയോണിലേക്ക് പോവുകയാണ്. കാരണം മാക്സിമം എഫിഷ്യൻസി, കൂടുതൽ റേഞ്ചും കിട്ടുന്നത് ലിഥിയം അയോൺ ബാറ്ററീസിലാണ്. ഇപ്പൊ നമ്മുടെ നിരത്തിലുള്ള ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ നെക്സോൺ EVയിൽ ഉപയോഗിക്കുന്നത് ലിഥിയം അയോൺ ബാറ്ററിയാണ്. എന്നാൽ ഹ്യുണ്ടായി കോനയിൽ ലിഥിയം അയോൺ പോളിമർ ബാറ്ററിയാണ്. സോ വേറൊരു കെമിസ്ട്രിയിലുള്ള ബാറ്ററിയാണ് ഹ്യുണ്ടായി കോനയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഒരു ഇലക്ട്രിക് വെഹിക്കിളിലെ ബാറ്ററിനെ നമ്മൾ ബാറ്ററി പാക്ക് എന്നാണ് പറയുന്നത്. അതായത് പല സെല്ലുകളെ പല കോമ്പിനേഷനിൽ കണക്ട് ചെയ്തിട്ടാണ് ഒരു ഹോൾ ബാറ്ററി പാക്ക് നിർമ്മിക്കുന്നത്. സോ ഈ ഓരോ സെല്ലുകളെ സീരീസ് അല്ലെങ്കിൽ പാരലൽ കോമ്പിനേഷനിൽ കണക്ട് ചെയ്തിട്ടാണ് ഒരു ബാറ്ററി പാക്ക് നിർമ്മിക്കുന്നത്. സോ ഇപ്പൊ നിലവിലുള്ള നമ്മുടെ ഇന്ത്യൻ അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ 48 വോൾട്ട് മുതൽ 800 വോൾട്ട് റേഞ്ചിലുള്ള ഇലക്ട്രിക് വെഹിക്കിൾ ബാറ്ററീസ് ഉണ്ട്. സോ ഉദാഹരണത്തിന് നമ്മൾ ടെസ്ല മോഡൽ 3യിലേക്ക് പോവുകയാണെങ്കിൽ ഏകദേശം 3000-ഓളം സെല്ലുകളാണ്. സോ അതിനെ 96 മൊഡ്യൂളായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു മൊഡ്യൂളിൽ 31 സെല്ല് വീതം.
ഇനി ഒരു ലിഥിയം അയോൺ മൊഡ്യൂൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ ആവറേജ് വോൾട്ടേജ് 3.1-നും 4.2-നും ഇടയ്ക്കായിരിക്കും. പിന്നെ അതിന്റെ എനർജി എന്ന് പറയുന്നത് 70 to 300 വാട്ട് അവർ. സോ നമുക്കിവിടെ ഉള്ളത് 96 മൊഡ്യൂളുകളാണ്. ഈ 96 മൊഡ്യൂളും സീരീസ് ആയിട്ടാണ് ടെസ്ല മോഡൽ 3 കണക്ട് ചെയ്തിരിക്കുന്നത്. സോ അതിന് കറസ്പോണ്ടിങ് വോൾട്ടേജ് എന്ന് വെച്ചാൽ ഈ 96 into 3.7. സോ അത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ 355 വോൾട്ട് എന്ന് പറയുന്നത് കിട്ടുന്നത്. പിന്നീട് ടെസ്ലയുടെ ടോട്ടൽ ബാറ്ററി കപ്പാസിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ നമ്പർ ഓഫ് സെൽസ് ഇൻറ്റു എനർജി ഡെൻസിറ്റി. സോ ഇവിടെ അവർ 17 വാട്ട് അവറിന്റെ എനർജി ഡെൻസിറ്റി ഉള്ള ലിഥിയം അയൺ ബാറ്ററിയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. സോ നമ്പർ ഓഫ് സെൽസ് ഇൻറ്റു എനർജി ഡെൻസിറ്റി, അതായത് ഏകദേശം 50 കിലോവാട്ട് അവറിന്റെ ബാറ്ററി കപ്പാസിറ്റി നമുക്ക് കിട്ടുന്നു. ഇനി ഇനി ലോകത്തിലെ തന്നെ ആദ്യത്തെ 800 വോൾട്ട് റേഞ്ചിലുള്ള ഒരു വാഹനമാണ് പോർഷയുടെ തായ്ക്കൻ എന്ന് പറയുന്ന മോഡൽ. സോ ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലുള്ള നെക്സോൺ EV, ഹ്യുണ്ടായി കോന, MG ZS-EV ഇതെല്ലാം എടുത്താൽ അതിന്റെ ബാറ്ററി വോൾട്ടേജ് എന്ന് പറയുന്നത് 400 വോൾട്ടിൽ താഴെ മാത്രമാണ്. ഏകദേശം 300, 320 ആ റേഞ്ചിലാണ് വരുന്നത്. അപ്പൊ ലോകത്ത് തന്നെ ആദ്യമായിട്ടൊരു 800 വോൾട്ട് മോഡൽ ബാറ്ററി നിർമ്മിച്ചത് പോർഷെ തായ്ക്കൻ ആണ്. സോ അതിന്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 93.3 കിലോവാട്ട് അവർ ആണ്. അതായത് ഏകദേശം 2 times നമ്മുടെ ടെസ്ല മോഡൽ 3ന്റെ കപ്പാസിറ്റിയാണ്. സോ അതില് ടെസ്ല മോഡൽ 3യിൽ നമുക്ക് 3000 സെൽസുകളാണെങ്കിൽ ഇതില് ഒരു വേറൊരു കോമ്പിനേഷനിലാണ് അവർ ചെയ്തിരിക്കുന്നത്. 396 സെൽസുകളാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. അതിനെ 33 മൊഡ്യൂളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു മൊഡ്യൂളിൽ 12 സെല്ല് വീതം. സോ മറ്റൊരു നമ്മൾ ശ്രദ്ധിച്ചത് സീരീസ് കോമ്പിനേഷൻ മാത്രമായിരുന്നു അത് കണക്ട് ചെയ്തത്. പക്ഷെ ഇതിൽ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സെൽ കെമിസ്ട്രി അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെയാണ് ഏകദേശം 800 വോൾട്ട് കപ്പാസിറ്റി അവർക്ക് ചെയ്യാൻ സാധിച്ചത്. ഓക്കെ, സോ നേരത്തെ നമ്മൾ ബാറ്ററി കുറിച്ച് സംസാരിച്ചു. സോ ബാറ്ററിയാണ് ഒരു ഇലക്ട്രിക് വെഹിക്കിളിന്റെ ബ്രെയിൻ എന്ന് ഞാൻ പറഞ്ഞു, ഒരു ഹേർട്ട് എന്ന് പറഞ്ഞു. അതുപോലെ ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റമാണ് ഇലക്ട്രിക് വെഹിക്കിളിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത്. സോ പ്രധാനമായിട്ടും ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ചാർജിങ്, പിന്നെ അതുപോലെ തന്നെ ബാറ്ററിനെ പ്രൊട്ടക്ട് ചെയ്യുക. സോ ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം വഹിക്കുന്നത്. സോ നമുക്ക് 2 മോഡ്സ് ഓഫ് ചാർജിങ് ഉണ്ട്. ഒന്ന് കോൺസ്റ്റന്റ് കറണ്ട്, ഒന്ന് കോൺസ്റ്റന്റ് വോൾട്ടേജ്, പിന്നെ ഇതിന്റെ ഒരു കോമ്പിനേഷൻ. സോ ഇനിഷ്യലി കോൺസ്റ്റന്റ് കറണ്ട് ഫേസ് ആയിരിക്കും വരുന്നത് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് വരെ. സോ ആ ടൈമിൽ നമ്മുടെ കറണ്ട് കോൺസ്റ്റന്റ് ആയിരിക്കും, എന്നാൽ ഹൈ വാല്യൂസ് ആയിരിക്കും. ആ ടൈമിലാണ് ചാർജിങ് വോൾട്ടേജ് ഗ്രാജുവലി കൂടിക്കൂടി വരുന്നത്. എന്നിട്ട് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ എന്താ സമയം എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് വോൾട്ടേജ് മോഡിലേക്ക് സ്വിച്ച് ഓവർ ആവും. സോ ആ ടൈമിൽ കറണ്ട് ഗ്രാജുവലി ഡിക്രീസ് ആവും. സോ ഇതെന്താണെന്ന് വെച്ചാൽ ബാറ്ററി സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. സോ കൂടുതൽ ചാർജിങ് കറണ്ട് എടുത്താൽ ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടാവും. സോ അതുവഴി ബാറ്ററി പൊട്ടിത്തെറിക്കാൻ വരാൻ സാധ്യതയുണ്ട്. സോ ഒരു പർട്ടിക്കുലർ, അതായത് ഒരു DC ഫാസ്റ്റ് ചാർജറിന്റെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ 0 to 80% ആണ് ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയുന്നത്. സോ 0 to 80% SOC എന്ന് വെച്ചാൽ അതിന്റെ ഒരു സേഫ് ലിമിറ്റ് ആണ്. സോ അതിനുശേഷം പിന്നീടുള്ള 20% ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പം 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ വരെ എടുക്കാം. സോ അത് ടോട്ടലി സേഫ്റ്റി മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് 80% വരെ അവർ ഫാസ്റ്റ് ചാർജിങ് ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി സി റേറ്റ് എന്താണ് നമുക്ക് നോക്കാം. സോ സി റേറ്റ് അഥവാ ചാർജിങ് റേറ്റ് എന്ന് പറയുന്നത് അതായത് സ്പീഡ് ഓഫ് ചാർജ് അല്ലെങ്കിൽ ഡിസ്ചാർജ്, അതിനെയാണ് സി റേറ്റ് നമ്മൾ സൂചിപ്പിക്കുന്നത്. സോ ഉദാഹരണത്തിന് ഒരു ബാറ്ററി 1C റേറ്റഡ് ആണെങ്കിൽ 1 മണിക്കൂറിൽ അത് ചാർജ് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്ചാർജ് ആവാം. ഈ 2C റേറ്റ് മീൻസ് എന്താണെന്ന്, ഹാഫ് ആൻ അവറിൽ അത് കംപ്ലീറ്റ്ലി ചാർജ് ആവാം അല്ലെങ്കിൽ ഡിസ്ചാർജ് ആവാം. 0.5C എന്ന് വെച്ചാൽ 2 hours എടുക്കും അത് ഫുള്ളി ചാർജ് ആവാൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് ആവാൻ. സോ ഈ സി റേറ്റ് വരുന്നത് ഈ ഒരു കേസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും സാധിക്കും. സോ മഹീന്ദ്ര E2O+ P8. സോ മഹീന്ദ്രയുടെ ഒരു എൻട്രി ലെവൽ വെഹിക്കിളാണ്.
2 years ബാക്ക് ആണ് ഇത് ലോഞ്ച് ആവുന്നത്. സോ അതിന്റെ ബാറ്ററി എന്ന് പറയുന്നത് 72 വോൾട്ട് ആൻഡ് 210 ആംപിയർ അവർ. അപ്പോൾ 1C റേറ്റിൽ അത് ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് 210 ആംപിയർ അവറിന്റെ ബാറ്ററിയാണ്. 1C റേറ്റിൽ ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഏകദേശം 200 ആംപിയർ വേണം. ആൻഡ് വോൾട്ടേജ് ഷുഡ് ബി 72 വോൾട്ട്. ഈ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും, കറണ്ട് മാത്രം വേരി ചെയ്യും. സോ അങ്ങനെ നമുക്ക് അതിന്റെ ഒരു റേറ്റഡ് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 75 into 200 ആംപിയർ വിച്ച് ഗീവ്സ് 15 കിലോവാട്ട്. അതായത് ഒരു 15 കിലോവാട്ടിന്റെ ഭാരത് EV DC സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് 1 hourൽ 80% ഫുൾ ചാർജ് ചെയ്യാൻ സാധിക്കും മഹീന്ദ്ര E2O. ഇനി ഹ്യുണ്ടായി കോനയിലേക്ക് വരികയാണെങ്കിൽ അതിന്റെ ബാറ്ററി വോൾട്ടേജ് 327 വോൾട്ട് ആണ്. അതുപോലെ ബാറ്ററിയുടെ കപ്പാസിറ്റി 120 ആംപിയർ അവർ. സോ അതായത് 1C റേറ്റിൽ നമ്മൾ ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഏകദേശം 120 ആംപിയർ കറണ്ട് ആണ് അത് ഡ്രോ ചെയ്യുന്നത്. സോ അതിന് റിക്വയർ ആയ പവർ എത്രയാണെന്ന് വെച്ചാൽ 330 into 120 which gives 40 കിലോവാട്ട്. സോ ഒരു 80% നമുക്ക് 1 hourൽ ചാർജ് ചെയ്യാൻ സാധിക്കും ഒരു 50 കിലോവാട്ടിന്റെ സിസ്റ്റം ഉപയോഗിച്ചാൽ. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഭാരത് EV DC ആൻഡ് CCS കോംബോ. സോ നേരത്തെ സച്ചിൻ സാർ പറഞ്ഞ പോലെ തന്നെ ഓരോ വെഹിക്കിളും ഓരോ പ്രോട്ടോകോൾ ആണ് ഫോളോ ചെയ്യുന്നത്. സോ ഭാരത് EV DC എന്ന് പറയുന്നത് നമ്മുടെ ചൈനീസ് പ്രോട്ടോകോളായ GBTന്റെ ഒരു അഡോപ്ഷൻ ആണ്. സോ ചൈനീസ് GBT എന്ന് വെച്ചാൽ ഒരു ഹൈ വോൾട്ടേജ് ഹൈ പവറിൽ ചാർജ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. സോ അതിനെ ഒരു ലോ വോൾട്ടേജിലേക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിരിക്കുകയാണ് ഭാരത് EV DC സിസ്റ്റത്തിൽ. അതായത് 48 വോൾട്ട്, 60 വോൾട്ട്, 72 വോൾട്ട്, അതായത് 100 വോൾട്ടിൽ താഴെയുള്ള വെഹിക്കിൾസിനെ എല്ലാം നമുക്ക് ഭാരത് EV DC സിസ്റ്റം വെച്ചിട്ട് ചാർജ് ചെയ്യാൻ സാധിക്കും. ഇനി എന്തുകൊണ്ടാണ് മഹീന്ദ്ര E2O നമുക്കൊരു CCS വെച്ച് ചാർജ് ചെയ്യാൻ സാധിക്കുന്നത്? കാരണം CCSന് ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് ലിമിറ്റ് ഉണ്ട്. ഇനി ഒരു 72 വോൾട്ട് സിസ്റ്റത്തിനെ നമുക്കൊരു 1000 വോൾട്ട് സിസ്റ്റം വെച്ചിട്ട് ഒരിക്കലും ചാർജ് ചെയ്യാൻ സാധിക്കില്ല. ഇനി അടുത്ത ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചാർജിങ്. സോ അത് സച്ചിൻ സാർ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലുള്ള കുറച്ച് വെഹിക്കിൾസിന്റെ ഒരു അനാലിസിസ് ആണ്. സോ മഹീന്ദ്ര E2O പ്ലസ് P8. സോ അത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഭാരത് സ്റ്റാൻഡേർഡ് വെച്ച് ഇറക്കിയ ഒരു എൻട്രി ലെവൽ വെഹിക്കിൾ ആണിത്. അതായത് 72 വോൾട്ട് ആണ് ഇതിന്റെ റേറ്റഡ് കപ്പാസിറ്റി. സോ DC ഫാസ്റ്റ് ചാർജിങ്ങിന് വേണ്ടിയിട്ട് ഇതിന്റെ വലതുവശത്താണ് പോർട്ട് ഉള്ളത്. സോ അവിടെയുള്ള പോർട്ടിന്റെ ഒരു സൂം ചെയ്ത വെർഷൻ ആണ് ഇത്. സോ ഇത് GBT തന്നെ, പക്ഷെ വോൾട്ടേജ് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിരിക്കുകയാണ്. ഇനി AC ചാർജിങ് ആണെങ്കിൽ ഇതിന്റെ കാറിന്റെ ഇടത്തെ വശത്താണ് അതിന്റെ പോർട്ട് ഉള്ളത്. സോ ഇനിഷ്യലി ഉള്ള മോഡലില് ഈ ഒരു IC60309 മെയിൽ കണക്ടർ ആയിരുന്നു. അതായത് ഭാരത് EV AC പ്രോട്ടോകോൾ വെച്ചിട്ടായിരുന്നു ഇനിഷ്യലി അവർ ഇറക്കിയത്. പക്ഷെ പിന്നീടുള്ള മോഡലിൽ നമുക്ക് ഈ Type 2 മെനിക്കസ് കണക്ടർ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു മഹീന്ദ്ര E2O പ്ലസിൽ. ഇനി നിസാൻ ലീഫ്, ഇതൊരു ഇന്ത്യയിൽ ഇതുവരെ വന്നിട്ടില്ല. സോ ഈ സെയിം വണ്ടി തന്നെയാണ്, പക്ഷെ ജോഗ്രഫി വെച്ചിട്ടാണ് ഈ കണക്ഷൻ പ്ലഗിലെ വ്യത്യാസം വന്നത്. സോ നിസാൻ ലീഫിലും ഇതുപോലെ തന്നെ AC-ക്കും DC-ക്കും സെപ്പറേറ്റ് പോർട്ട് ഉണ്ട്. സോ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് ചടിമോ, റൈറ്റ് സൈഡിലുള്ളതാണ് J1772 പ്രോട്ടോകോൾ വെച്ചുള്ള AC ചാർജിങ് പോർട്ട്. ഇനി സോ ഈ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് ചൈനീസ് മോഡലാണ്, ജാപ്പനീസ് മോഡലാണ്. ഇനി റൈറ്റ് സൈഡിലുള്ളത് യൂറോപ്യൻ മോഡലുമാണ്. കാരണം ലെഫ്റ്റ് സൈഡിൽ DC ചാർജിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് GBT ചാഡിമോ ആണ്. റൈറ്റ് സൈഡിൽ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ Type 2 AC ഇൻലെറ്റ് ആണ്. സോ ജോഗ്രഫി വെച്ചിട്ട് ഒരു സെയിം കാർ തന്നെ രണ്ട് രീതിയിൽ അവർ ഇറക്കിയിട്ടുണ്ട്. സോ ലെഫ്റ്റ് സൈഡിലുള്ളത് ജാപ്പനീസ് വെർഷനും റൈറ്റ് സൈഡിലുള്ളത് യൂറോപ്യൻ വെർഷനുമാണ് നിസാൻ ലീഫിന്റെ. ഇനി നമ്മുടെ ഇന്ത്യൻ മോഡലായ ഇന്ത്യൻ ഇലക്ട്രിക് SUV ആയ ടാറ്റ നെക്സോൺ EVയിൽ CCS കോംബോ ചാർജർ ആണ് ഉള്ളത്. സോ AC-യിലും DC-യിലും ഒരൊറ്റ ഇൻലെറ്റേ ഉള്ളൂ. പക്ഷെ ചടിമോയിലേക്ക് വരുമ്പോഴും രണ്ടിനും 2 ഇൻലെറ്റുകളാണ് ഉള്ളത് ചാർജിങ്ങിന് വേണ്ടിയിട്ട്. പക്ഷെ നെക്സോൺ EVയിലേക്ക് വരുമ്പോൾ ഒരൊറ്റ ഇൻലെറ്റ് തന്നെ നമുക്ക് AC DC. സോ അതാണ് കോംബോ ചാർജർ എന്ന് CCSനെ നമ്മൾ വിളിക്കാൻ കാരണം. സോ മഹീന്ദ്ര E2O പോലെ തന്നെ ഒരു എൻട്രി ലെവൽ വെഹിക്കിൾ ആണ് ടാറ്റ ടിഗോർ EV. സോ ഇതും ഭാരത് EV പ്രോട്ടോകോൾ വെച്ച് ഇറങ്ങിയ ഒരു വണ്ടിയാണ്. സോ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക്
DC ഫാസ്റ്റ് ചാർജിങ്ങിനുള്ള GPT പോർട്ട്, അതായത് ഭാരത് EV DC പോർട്ട് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇനിഷ്യലി വെഹിക്കിളിന്റെ ലൂട്ടിൽ കാറിന്റെ സ്റ്റോറേജ് ഏരിയയിലായിരുന്നു ഈ AC ചാർജിനുള്ള ഈ IEC6037 ഫീമെയിൽ പ്ലഗ് വന്നത്. സോ ലെഫ്റ്റ് സൈഡിലുള്ളത് DC ചാർജിങ്ങിന് വേണ്ടിയിട്ടും റൈറ്റ് സൈഡിലുള്ളത് AC ചാർജിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ചാഡിമോ 3.0 അല്ലെങ്കിൽ ചാവോജി. സോ നേരത്തെ നമ്മൾ 2 പ്രോട്ടോകോൾസ് ഡിസ്കസ് ചെയ്തിരുന്നു. ഒന്ന് ജാപ്പനീസ് സ്റ്റാൻഡേർഡ് ആയ ചാഡിമോ, ചൈനീസ് സ്റ്റാൻഡേർഡ് ആയ GPT. സോ ഇത് രണ്ടുകൂടെ കമ്പൈൻ ചെയ്ത് ഒരു ഹൈ പവർ, ഹൈ വോൾട്ടേജ്, ഹൈ കറന്റ് പ്രോട്ടോകോൾ ആണ് ചാവോജി എന്ന് പറയുന്നത്. സോ അതിന്റെ ഏകദേശം പവർ കേപ്പബിലിറ്റി എന്ന് പറയുന്നത് 500 kW at 600 ആംപിയർ ആണ്. അതായത് ഇപ്പം നിലവിലുള്ള സിസ്റ്റത്തെക്കാട്ടില് 3 times ഇംപ്രൂവ്മെന്റ് ഉണ്ട്. സോ ബാക്ക്വേർഡ് കോമ്പാറ്റബിലിറ്റി ആണ് ചാവോജിന്റെ ഒരു പ്രത്യേകത. അതായത് ഇൻ കേസ് ഇനി ഭാവിയിലുള്ള എല്ലാ വെഹിക്കിൾസും ചാവോജി സ്റ്റാൻഡേർഡിൽ ഇറങ്ങിയാൽ ഇപ്പൊ നിലവിലുള്ള നമ്മുടെ ചാർജസ് ഉണ്ടല്ലോ, CCS, ചാഡിമോ, GPT, സോ ഇതെല്ലാം ഒരു അഡാപ്റ്റർ വെച്ചിട്ട് നമുക്ക് ചാവോജി വെഹിക്കിൾസിനെ ചാർജ് ചെയ്യാൻ സാധിക്കും. സോ അതാണ് ബാക്ക്വേർഡ് കോമ്പാറ്റബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ചാവോജി പ്രോട്ടോകോളിലേക്ക് അവർ റിസർച്ച് ചെയ്യാൻ കാരണം തന്നെ ഈ ഒരു യുണീക് സ്റ്റാൻഡേർഡ് രൂപീകരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ടോട്ടലി ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഇപ്പൊ തന്നെ. GPT, CCS1, CCS2, ചാഡിമോ. സോ ഈ കൺഫ്യൂഷൻ എല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഒരു ഒറ്റ സ്റ്റാൻഡേർഡിലേക്ക് പോകാനും വേണ്ടിയിട്ടാണ് ചാവോജി വരുന്നത്. സോ ഒരു 2040 നമുക്കൊരു കോമൺ സ്റ്റാൻഡേർഡിലേക്ക് വരാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ AC പ്ലഗ് കണക്ടേഴ്സ് മെയിൻലി. സോ ഈ ഫസ്റ്റ് ആണ് നമ്മുടെ ഭാരത് EV AC കണക്ടർ, അതായത് IC60 ഇൻഡസ്ട്രിയൽ പ്ലഗ് ആണ്, അതിന്റെ മെയിൽ വെർഷൻ ആണിത്. സോ ഇത് Type 2 കണക്ടർ ആണ് ഫോർ AC ചാർജിങ്. നെക്സോൺ EV, ഹ്യുണ്ടായി കോന, MG-ZS EV ഇത് അതുപോലുള്ള വാഹനങ്ങളെ AC ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ Type 2 കണക്ടർ യൂസ് ചെയ്യുന്നത്. ഇനി ഇത് നമ്മുടെ നോർമൽ 3 പിൻ, വീടുകളിലൊക്കെ കണ്ടുവരുന്ന നോർമൽ 3 പിൻ ആണ്. സോ മെജോറിറ്റി ഉള്ള ഇലക്ട്രിക് വണ്ടികളും 2 വീലേഴ്സ് 3 വീലേഴ്സ് എല്ലാം നമുക്ക് ഇതിൽ ചാർജ് ചെയ്യാൻ സാധിക്കും. ഇനി ഇൻ കേസ് ഭാരത് EV AC പോർട്ടുള്ള ഒരു കാറിനെ എനിക്ക് മെനിക്കസ് ചാർജർ വെച്ചിട്ട് ചാർജ് ചെയ്യാൻ വഴിയുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറ്റും. ഒരു അഡാപ്റ്റർ യൂസ് ചെയ്താൽ മതി. അതായത് Type 2 AC to IEC6037 ഒരു അഡാപ്റ്റർ യൂസ് ചെയ്ത് നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസിനെ ബൈപ്പാസ് ചെയ്ത് പക്ഷെ സേഫ്റ്റി എൻഷുർ ചെയ്തുകൊണ്ട് നമുക്ക് അഡാപ്റ്റർ വഴി ചാർജ് ചെയ്യാൻ സാധിക്കും. സോ ഇപ്പം ഇതൊരു ടേബിൾ ആണ് നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള ഇന്ത്യൻ വെഹിക്കിൾസ്, ഇന്ത്യയിലുള്ള ഇലക്ട്രിക് 2 വീലേഴ്സിന്റെ 4 വീലേഴ്സിന്റെ ഒരു കമ്പാരിസൺ ടേബിൾ ആണ്. സോ CCS നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു DC ഫാസ്റ്റ് ചാർജിങ് പ്രോട്ടോകോൾ ആണ്. സോ അത് സപ്പോർട്ട് ചെയ്ത വെഹിക്കിൾസ് 3 എണ്ണമാണ് ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ളത്. ഒന്ന് ടാറ്റയുടെ നെക്സോൺ EV, ഹ്യുണ്ടായി കോന, MG-ZS EV. സോ ഒരു 50 kW സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ചാർജിങ് ടൈം ആണ് ഓരോ വെഹിക്കിൾസും എടുക്കുന്നത്. സോ ഇത് ടോട്ടലി സോ ഈ ടൈം ശരിക്കും വേരി ചെയ്യും. കാരണം ആംബിയന്റ് ടെമ്പറേച്ചർ, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നടക്കുന്ന ബാക്കിയുള്ള പാരാമീറ്റേഴ്സ്, സെല്ലിന്റെ വോൾട്ടേജ് ഇതെല്ലാം വെച്ചിട്ട് ഈ ചാർജിങ് ടൈം വേരി ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി AC ചാർജിങ്ങിലേക്ക് പോകുമ്പോൾ ഈ 3 വെഹിക്കിൾസും സപ്പോർട്ട് ചെയ്യുന്ന AC Type 2 വെച്ചിട്ട് ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നേരത്തെ സജിൻ സാർ പറഞ്ഞിരുന്നു, നെക്സോൺ EV ഒഴികെ ഹ്യുണ്ടായി കോന ആൻഡ് MG-ZS EV നമുക്ക് ഒരു 5 to 6 hours ഫുൾ ചാർജ് ചെയ്യാൻ സാധിക്കും. ഒരു 7 kW ചാർജർ ഉപയോഗിച്ച് നമുക്ക് ഫാസ്റ്റിൽ ചാർജ് ചെയ്യാൻ സാധിക്കും. പക്ഷെ നെക്സോൺ EVയിലേക്ക് വരികയാണെങ്കിൽ അതിന്റെ ഓൺ ബോർഡ് കൺവെർട്ടറിന്റെ കപ്പാസിറ്റി 3 kW ആണ്. സോ ഒരു 7 kW വെച്ചാലും 11 kW വെച്ചിട്ടായാലും നമുക്ക് സെയിം ടൈം തന്നെ ആയിരിക്കും എടുക്കുന്നത്. അതായത് 15 ആംപിയർ പ്ലഗ് കൊണ്ട് ചാർജ് ചെയ്യുന്ന അതേ ടൈം തന്നെ ആയിരിക്കും 7 kW ഫാസ്റ്റ് ചാർജർ യൂസ് ചെയ്താലും എടുക്കുന്നത്. ഇനി ഭാരത് EV DC പ്രോട്ടോകോൾ വെച്ചിട്ടുള്ള വെഹിക്കിൾസ്, സോ അതിൽ പ്രധാനമായിട്ടും വരുന്നതാണ് മഹീന്ദ്ര E2 പ്ലസ്, ടാറ്റ ടിഗോർ EV, പിന്നെ മഹീന്ദ്ര E-Verit ഉണ്ട്. സോ ഇതിന്റെ എല്ലാം വോൾട്ടേജ്, ബാറ്ററി വോൾട്ടേജ് ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും 72 വോൾട്ട് ആണ്. സോ
എൻട്രി ലെവൽ വെഹിക്കിൾസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവന്നതാണ് ഈ ഭാരതി VDC പ്രോട്ടോകോൾ. സോ നിലവിൽ 3 റേഞ്ചിലാണ് ഭാരതി VDC ചാർജസ് വരുന്നത്. ഒന്ന് 10 കിലോവാട്ട്, 15 കിലോവാട്ട് ആൻഡ് 20 കിലോവാട്ട്. സോ ഒരു 15 കിലോവാട്ട് ഭാരത് DC ചാർജർ ഉപയോഗിച്ച് നമുക്ക് E2 ഏകദേശം 1 അവറിൽ 80% വരെ ചാർജ് ചെയ്യും. എന്നാൽ ടാറ്റ ടിഗോറിലേക്ക് വരുമ്പോൾ അതിന്റെ ബാറ്ററി കപ്പാസിറ്റി കുറച്ച് കൂടുതലാണ്. സോ ഏകദേശം ഒരു 2 അവേഴ്സ് വരെ എടുക്കാം, 80% വരെ. ഇനി ഇത് കൂടാതെ തന്നെ 2 വീലറും ഉണ്ട്. ടോർക്ക് മോട്ടോഴ്സിന്റെ ഒരു ഇലക്ട്രിക് ബൈക്ക് ഉണ്ട്. സോ അതും നമുക്ക് ഭാരതി VDC വെച്ചിട്ട് ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഭാരതി AC ആണെങ്കിൽ ഈ 2 വെഹിക്കിൾസും ഭാരതി AC സപ്പോർട്ട് ചെയ്യുന്നതാണ്. സോ അത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈമാണ് 9 അവേഴ്സ് 12 അവേഴ്സ്. ഇനി ലെവൽ 1 AC 3 പിൻ, അതായത് നമ്മുടെ കോമൺ 3 പിൻ വെച്ചിട്ട് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ വെഹിക്കിൾസും ചാർജ് ചെയ്യാൻ സാധിക്കും. ഇനി ഏതർ 450ലേക്ക് വരികയാണെങ്കിൽ അവർക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് അവരുടെ തന്നെ ഒരു ചാർജിങ് സിസ്റ്റം ഉണ്ട്. സോ അതായത് നോർമൽ കാറുകളും സ്കൂട്ടറുകളും ഓട്ടോസും എല്ലാം 1C റേറ്റിലാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ ഏതറിന്റെ ചാർജിങ് റേറ്റ് കുറച്ച് കൂടുതലാണ്, 2C റേറ്റ് ആണ്. സോ അതുകൊണ്ടാണ് അവർക്ക് സ്പീഡിൽ ചാർജ് ചെയ്യാൻ സാധിക്കുന്നത്. സോ 2C ചാർജിങ് റേറ്റ് എന്ന് വെച്ചാൽ ഹാഫ് ആൻ അവറിൽ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. ഇനി ഇപ്പൊ നമ്മൾ 2 ടൈപ്പ് ഓഫ് ചാർജിങ് കണ്ടു, AC ആൻഡ് DC. സോ ഇതിന്റെ ഒരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ DC വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. കാരണം പിന്നെ AC ആണെങ്കിൽ സിമ്പിൾ ആണ്, നമുക്ക് ഇപ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് ഗ്രിഡിലേക്ക് ഈസി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം DC-യിലേക്ക് വരികയാണെങ്കിൽ കപ്പാസിറ്റി കൂടുന്നതിനനുസരിച്ച് നമുക്ക് അതിനുള്ള ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചറിന്റെയും കൂടെ കൺസിഡർ ചെയ്യേണ്ടി വരും. ഇനി മറ്റൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ AC ചാർജറിനെക്കാട്ടിലും കോസ്റ്റ് കൂടുതലാണ്. അതായത് ഒരു 10 കിലോവാട്ടിന്റെ DC ചാർജറിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 3 lakhs ആണ്. സോ അതേസമയം ഒരു AC ചാർജർ നമുക്കൊരു 50,000 60,000 ആ റേഞ്ചിൽ AC ഫാസ്റ്റ് ചാർജർ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. സോ പിന്നീട് ചാർജിങ് ടൈം വെച്ച് നോക്കുകയാണെങ്കിൽ AC-ക്കാളും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് DC ചാർജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് AC, എന്തുകൊണ്ടാണ് DC വരുന്നത്? സോ ഹോം ചാർജിങ്ങിന് ഏറ്റവും ബെസ്റ്റ് AC ആണ്. അതായത് നമ്മൾ ഓവർനൈറ്റ് ജസ്റ്റ് പ്ലഗ് ചെയ്താൽ മതി. സോ 8 അവേഴ്സിൽ ഫുൾ ചാർജ് ആയി കിട്ടും. ഇൻ കേസ് നമ്മൾ ഹൈവേസിൽ റൈഡ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു ടോപ്പ് അപ്പ് എന്ന പോലെയാണ് DC ചാർജേഴ്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി സ്മാർട്ട് ചാർജിങ് എന്താണെന്ന് നോക്കാം. ഓക്കെ, സ്മാർട്ട് ചാർജിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ്. ഒന്ന് സ്പീഡ് ഓഫ് ചാർജിങ്, ഒന്ന് ഏറ്റവും എക്കണോമിക് ആയിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ഇലക്ട്രിക് വണ്ടീനെ ചാർജ് ചെയ്യാൻ സാധിക്കും. സോ ഫസ്റ്റ് വൺ ഗ്രീൻ ചാർജ്. അതായത് ഒരു നമുക്കിപ്പോ ഒരു സോളാർ പവേർഡ് വീടാണ് നമ്മുടെ ആണെങ്കിൽ, സോ ഓക്കെ, സോ ഫസ്റ്റ് ഗ്രീൻ ചാർജിങ്. ഇപ്പൊ ഒരു സോളാർ പവേർഡ് ഹൗസ് ആണ് നമ്മുടെ എങ്കിൽ പ്രധാനമായിട്ടും മോർണിംഗ് ടൈമിലായിരിക്കും സൂര്യന്റെ ഇന്റൻസിറ്റി കൂടുതൽ. അതായത് മാക്സിമം പവർ ഒരു സോളാർ പാനലിൽ യൂട്ടിലൈസ് ചെയ്യുന്നത് പീക്ക് അവേഴ്സിലാണ്, അതായത് മോർണിംഗ് ടൈമിലായിരിക്കും. സോ ആ ടൈമിലേക്ക് നമ്മുടെ ചാർജിങ് നമുക്ക് മാറ്റി വെക്കാൻ സാധിച്ചാൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നീട് പീക്ക് മാനേജ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ രാത്രിയിൽ ഞാൻ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജ് ചെയ്യുന്നുണ്ട്. സോ ആ സമയത്ത് തന്നെ നമ്മുടെ വാഷിംഗ് മെഷീൻ ഓൺ ചെയ്യുകയാണെങ്കിൽ പീക്ക് ഡിമാൻഡ് കൂടുകയാണ്. സോ ഒരു സ്മാർട്ട് ചാർജർ ഉണ്ടെങ്കിൽ ലോഡ് എപ്പോഴാണോ കൂടുന്നത് അതനുസരിച്ച് നമ്മുടെ ചാർജിങ് കറണ്ട് അല്ലെങ്കിൽ ചാർജിങ് റേറ്റ് അത് തന്നെ ഗ്രാജുവലി സെൻസ് ചെയ്ത് കുറയ്ക്കാൻ സാധിക്കും. സോ അതാണ് പീക്ക് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കോർഡിനേറ്റഡ് ചാർജിങ് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ഇപ്പൊ നമുക്കൊരു ലിമിറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. സോ ഉദാഹരണത്തിന് ഒരു 40 കിലോവാട്ട് ആണ് എന്റെ എക്സിസ്റ്റിംഗ് കപ്പാസിറ്റി. സോ അതിലേക്ക് എനിക്ക് ഒരു 7 കിലോവാട്ടിന്റെ ഒരു 5 AC ചാർജേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. പക്ഷെ സ്മാർട്ട് ചാർജിങ്ങിലൂടെ എനിക്ക് അതിന് ഒരു 10 ആയിട്ട് വരെ കൂട്ടാൻ സാധിക്കും. സോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചാർജിങ് ഡൈനാമിക്കലി ഇത് തന്നെ ഷെയർ ചെയ്യും. സോ അതുവഴി നമുക്ക് എക്സിസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചറിൽ തന്നെ മോർ നമ്പർ ഓഫ് ചാർജേഴ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നേരത്തെ നമ്മൾ കണ്ടു ഒരു
ഇലക്ട്രിക് വെഹിക്കിളും ചാർജറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ CAN ബേസ്ഡും അതുപോലെ തന്നെ PLC ബേസ്ഡും. സോ അത് തന്നെ പല സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, GPT, CHAdeMO, CCS ഒക്കെ. സോ അതിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ ആയിരുന്നു CAN ബേസ്ഡ് അല്ലെങ്കിൽ PLC ബേസ്ഡ്. ഇനി ചാർജറും നമ്മുടെ ഒരു CMS, അതായത് സെൻട്രലൈസ്ഡ് മോണിറ്ററിംഗ് സിസ്റ്റം തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. സോ അത് തന്നെ പല ടൈപ്പുകളാണുള്ളത്. ഒന്ന് OCPP, OSCP, പിന്നെ ഓപ്പൺ ADR, അങ്ങനെ പല ടൈപ്പ് കോംപ്ലിക്കേറ്റഡ് പ്രോട്ടോകോൾസ് ഉണ്ട്. സോ അതിൽ വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് OCPP എന്ന് പറയുന്നത്, അതായത് ഓപ്പൺ ചാർജ് പോയിന്റ് പ്രോട്ടോകോൾ എന്ന് പറയും. സോ അതായത് ഒരു EV ചാർജിങ് സ്റ്റേഷനും ഒരു ഹോസ്റ്റിന്റെ ചാർജിങ് സ്റ്റേഷൻ മാനേജ്മെന്റ് സിസ്റ്റവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ടാണ് OCPP യൂസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും നമുക്ക് അതിന്റെ റോൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്കൊരു ലിസ്റ്റ് ഓഫ് N ഡിവൈസസ് ഉണ്ട്, N ചാർജേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ റിമോട്ട് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. നേരത്തെ സച്ചിൻ സാർ പറഞ്ഞ പോലെ നമുക്ക് ചാർജിങ് സ്ലോട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ കുറെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ആണ് ഈ ഒരു OCPP എനേബിൾഡ് സിസ്റ്റത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. സോ പിന്നീട് ബാക്കിയുള്ള ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഫിർംവെയർ അപ്ഗ്രേഡേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് റിമോട്ട്ലി ചെയ്യാൻ സാധിക്കും. സോ അതാണ് OCPPന്റെ ഒരു എൻഹാൻസ്ഡ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ മെയിൻ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ, ഇറ്റ്സ് ഓപ്പൺ സോഴ്സ് ആണ്, സെക്യൂർ ആണ്, അതുപോലെ തന്നെ റോബസ്റ്റും ആണ്. പിന്നീട് ഏതൊരു തേർഡ് പാർട്ടി OEMന്റെ ഡിവൈസും ഒരു ചാർജിങ് സ്റ്റേഷൻ ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. കാരണം അതെല്ലാം OCPP ഇനേബിൾഡ് ആണെങ്കിൽ എല്ലാം സിമ്പിൾ ആണ്. സോ പിന്നീട് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം പല ടൈപ്പ് DC ചാർജസ് നമ്മൾ കണ്ടു, CHAdeMO, CCS, GPT. സോ ഇത് ഏതായാലും അതിനെയെല്ലാം നമുക്ക് ഈ ഒരു പ്രോട്ടോകോൾ വഴി നമുക്ക് സെൻട്രലി മോണിറ്റർ ചെയ്യാൻ സാധിക്കും. സോ ഇനി ഇത് നമ്മുടെ ഒരു ചാർജ്മോന്റെ ഒരു CMSന്റെ ഒരു ഓവർവ്യൂ ആണ്. സോ ഇവിടെ നമുക്കുള്ള എത്ര ക്ലയൻസ് ഉണ്ട്, ചാർജിങ് സെഷൻസ് അറിയാൻ പറ്റും, ടോട്ടൽ ഇൻകം എത്രയാണ്, അങ്ങനെ എല്ലാം ഒരു ചാർജിങ് സെഷൻ സംബന്ധിച്ചോളം A to Z നമുക്ക് റിമോട്ട്ലി മോണിറ്റർ ചെയ്യാൻ സാധിക്കും ഈ ഒരു CMS വിൻഡോയിലൂടെ. ഇനി നമുക്ക് ചെറിയൊരു EV മാർക്കറ്റ് അനാലിസിസിലേക്ക് പോകാം. സോ 2020 ആകാറായി. സോ അടുത്തൊരു 12 മാസത്തിനുള്ളിൽ എല്ലാ പ്രമുഖ OEMസും പല പല വേരിയന്റിലുള്ള ഇലക്ട്രിക് വെഹിക്കിൾസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ മഹീന്ദ്രയുടെ തന്നെ EKUV 100, XUV 300 ഇലക്ട്രിക്, സോ ഇതെല്ലാം വരുന്നുണ്ട്. സോ EKUV 100 ഭാരത് DC ഒരു എൻട്രി ലെവൽ വെഹിക്കിൾ ആണ്. ഏകദേശം 12 ലക്ഷത്തിൽ താഴെയാണ് EKUVന്റെ പ്രൈസ്. സോ അത് ഫോളോ ചെയ്യുന്ന പ്രോട്ടോകോൾ ഭാരത് DC എന്നാണ് പറയുന്നത്. സോ ഇത് കൂടാതെ തന്നെ ടാറ്റയുടെ തന്നെ നെക്സോൺ EVന്റെ ഒരു എൻഹാൻസ്ഡ് മോഡലും വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഉള്ള 3.3 kW സിസ്റ്റത്തിലുള്ള ഓൺബോർഡ് കൺവെർട്ടറിനെ റീപ്ലേസ് ചെയ്ത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 7 kW അല്ലെങ്കിൽ 11 kW ഓൺബോർഡ് കപ്പാസിറ്റി ഉള്ള ഒരു വാഹനവും ലൈനപ്പിലുണ്ട്. അതുപോലെ തന്നെ അടുത്ത വർഷം ഉടനെ തന്നെ ടെസ്ലയുടെ ഇലക്ട്രിക് വെഹിക്കിളും അതുപോലെ ചാർജിങ് സ്റ്റേഷൻ നമുക്ക് കാണാൻ സാധിക്കും. സോ ഇത് നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾസ്, അതായത് 2 വീലർ, 3 വീലർ, 4 വീലർ എല്ലാത്തിന്റെ ഒരു ട്രെൻഡാണ്. 2020 സെയിൽസ് ട്രെൻഡാണിത്. സോ ഇത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും കൊറോണ ടൈം വരെ ഏകദേശം ഒരു നല്ല സെയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം കുറച്ചൊന്ന് ഡിപ്പായി, പിന്നീട് പതുക്കെ പതുക്കെ ഇപ്പൊ ഒരു സ്റ്റഡിയായി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ അതായത് ആളുകൾ കൂടുതൽ അട്രാക്ട് ചെയ്യുന്നുണ്ട് EVയിലേക്ക്. ഇനി ഇലക്ട്രിക് 2 വീലർ സെഗ്മെന്റ് എടുക്കുകയാണെങ്കിൽ അതിൽ മുന്നിട്ട് നിൽക്കുന്നത് ഹീറോ ഇലക്ട്രിക്കും അതുപോലെ തന്നെ ഒക്കിനാവ എന്ന് പറയുന്ന ഇലക്ട്രിക് 2 വീലർ ബ്രാൻഡും. സോ അവരുടെ സെയിൽസ് എന്ന് വെച്ചാൽ നമുക്കറിയാം 536ഉം 987 വരെ കൂടിയിട്ടുണ്ട് ഇൻ ദ മന്ത് ഓഫ് സെപ്റ്റംബർ. ഓക്കെ, ഇനി നെക്സോൺ EVന്റെ സെയിൽസ് ആണ് കേരളത്തിലുള്ള. സോ ഇത് നമ്മളാണ് ചാർജ്മോണാണ് റെസിഡൻഷ്യൽ ഇൻസ്റ്റലേഷൻ എല്ലാം ചെയ്യുന്നത്. സോ അതുവഴി കിട്ടിയ ഒരു ഡേറ്റയാണ്. സോ സെപ്റ്റംബർ ഹാഫ് വരെയുള്ള ഡേറ്റാസ് മാത്രമേ ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളൂ. സോ ഇത് നോക്കിയാലും നമുക്ക് 14 ജില്ലകളിലെ ഞങ്ങൾ 7 സോണായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കും. സോ സോൺ 1 തിരുവനന്തപുരം, സോൺ 2 എറണാകുളം, തൃശ്ശൂർ, അങ്ങനെ 7 സോണുകളായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കണം. സോ അവിടെ ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ കാണാൻ സാധിക്കും ജൂലൈ, ഓഗസ്റ്റ് എന്നീ മാസങ്ങളെ സംബന്ധിച്ചിടത്തോളം സെപ്റ്റംബറിൽ കുറച്ചുകൂടെ സെയിൽസ് കൂടിയിട്ടുണ്ട്. അതായത് സെപ്റ്റംബറിലെ 2 വീക്സിലെ കണക്ക് മാത്രമേ ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. സോ ആ ഒരു 2 വീക്സിൽ ഒരു നല്ലൊരു റൈസ് തന്നെ ഉണ്ട്
നെക്സോൺ EV-യിൽ. സോ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങുന്നതിന് മുമ്പ് ഒരു എൻഡ് യൂസർ എന്ന നിലയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കുന്നത്? സോ ഫസ്റ്റ് ഒബ്വിയസ്ലി അവർ നോക്കുന്ന ഒന്ന് പ്രൈസ് ആണ്. ഒരു ഇലക്ട്രിക് വെഹിക്കിളിന്റെ നിലവിലുള്ള പ്രൈസ് എത്രയാണെന്നാണ് ഫസ്റ്റ് നോക്കുന്നത്. പിന്നീട് വരുന്നതാണ് അതിന്റെ റേഞ്ച്, അതിന്റെ മൈലേജ്, അതായത് ഒറ്റ ചാർജിൽ നമുക്ക് എത്ര കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ സാധിക്കും. പിന്നീടാണ് ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് അവർ നോക്കുന്നത്, ഒരു ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ വെഹിക്കിളിലെ സ്പെക്സ്, അതായത് ബാറ്ററിയുടെ കപ്പാസിറ്റി എത്രയാണ്, അതിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് മോട്ടോഴ്സ് എത്രയാണ്, സോ ടോപ്പ് സ്പീഡ്, ഇതെല്ലാം സെക്കൻഡറി കാര്യങ്ങളാണ്. സോ പ്രൈമറി നോക്കുന്നത് പ്രൈസും വെഹിക്കിൾ റേഞ്ച് പിന്നെ ബാറ്ററി ക്വാളിറ്റി. സോ ഇത് മൂന്നാണ് പ്രധാനമായിട്ടും ഒരു എൻഡ് യൂസർ എന്ന നിലയിൽ അവർ ഒരു ഇലക്ട്രിക് വാഹനം വാങ്ങുന്നതിന് മുമ്പ് ആലോചിക്കുന്ന കാര്യങ്ങൾ. ഇനി പ്രധാനമായിട്ടുള്ള ചാലഞ്ചസ് ഒരു ഇലക്ട്രിക് 2-വീലർ സെഗ്മെന്റിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് IC എഞ്ചിൻ വെച്ച് നോക്കുമ്പോൾ കോസ്റ്റ് എല്ലാ ഇലക്ട്രിക് 2-വീലേഴ്സിന്റെ ഏകദേശം ഒരു പ്രീമിയം മോഡലിന്റെ എല്ലാം കോസ്റ്റ് 1 lakhന് above ആണ്. ആൻഡ് മൈലേജ് വെച്ച് നോക്കുമ്പോൾ രണ്ടും ഏകദേശം ഒരുപോലെ വരുന്നുണ്ടെങ്കിലും കോസ്റ്റ് വൈസ് നോക്കുമ്പോൾ കുറച്ച് ഹൈ ആണ്. ഇനി ഇത് ഓരോ ഇലക്ട്രിക് കാറിന്റെ ഇലക്ട്രിക് 2-വീലേഴ്സിന്റെ മാക്സിമം സ്പീഡാണ്. സോ ഈ കൂട്ടത്തിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളത് ഹ്യുണ്ടായി കോനയാണ് വിത്ത് 180 കിലോമീറ്റർ ആണ് മാക്സിമം സ്പീഡ്. സോ നെക്സ്റ്റ് MG ZS-EV, അത് കഴിഞ്ഞ് ടാറ്റയുടെ നെക്സോൺ EV 120 കിലോമീറ്റർ ആണ് അതിന്റെ മാക്സിമം സ്പീഡ്. പിന്നീടാണ് മഹീന്ദ്ര ഇവെറിറ്റോ ആൻഡ് ടാറ്റ ടിഗോർ. ഇന്ത്യയിലെ രണ്ട് എൻട്രി ലെവൽ വെഹിക്കിൾസ് ആണ്, 10 ലക്ഷം താഴെ വില വരുന്ന രണ്ട് വെഹിക്കിൾസ് ആണ് ഇവെറിറ്റോ അതുപോലെ തന്നെ ടാറ്റ ടിഗോർ EV. ഇനി 2-വീലർ സെഗ്മെന്റ് എടുക്കുകയാണെങ്കിൽ ഏകദേശം 80 കിലോമീറ്റേഴ്സ് പ്ലസ് നമുക്ക് മാക്സിമം സ്പീഡ് ലഭിക്കുന്നുണ്ട് പല മാനുഫാക്ചേഴ്സിന്. ഓക്കെ, ഇനി റേഞ്ച് നോക്കുകയാണെങ്കിൽ ഹ്യുണ്ടായി കോന, അതായത് ഏകദേശം 25 lakhs ആണ് ഹ്യുണ്ടായി കോന MG ZS-EVന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഹ്യുണ്ടായി കോനയാണ് ഒരു 400+ കിലോമീറ്റർ മൈലേജ് റേഞ്ച് നമുക്ക് തരുന്നത്. നെക്സോൺ EV അവർ ARI സർട്ടിഫൈഡ് റേഞ്ച് എന്ന് പറയുന്നത് 312 കിലോമീറ്റർ ആണ്. പക്ഷേ ഓൺ റോഡ് നമുക്കൊരു 250+ കിലോമീറ്റേഴ്സ് കിട്ടുന്നുള്ളൂ. ഇനി എൻട്രി ലെവൽ വെഹിക്കിൾസ് ആയ ടാറ്റ ടിഗോർ EV, മഹീന്ദ്ര ഇവെറിറ്റോ, സോ അത് രണ്ടും ബാറ്ററി കപ്പാസിറ്റി കുറവാണ്, ഏകദേശം 15 kWh ആണ്. സോ അതിന്റെ മൈലേജ് എന്ന് പറയുന്നത് ഏകദേശം 120-140 ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. സോ ഇനിയൊരു ഫ്യൂച്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു വിപ്ലവം തന്നെ കാണാൻ സാധിക്കും. ഏകദേശം 2030 അറ്റ്ലീസ്റ്റ് 33% എങ്കിലും ഇലക്ട്രിക് വെഹിക്കിൾസ് ആയി മാറും എന്നാണ് വിശ്വസിക്കുന്നത്. ഗവൺമെന്റ് പല പോളിസീസും അതിനുവേണ്ടി ചെയ്യുന്നുണ്ട്. ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ ആയാലും ബാറ്ററി സ്വാപ്പിംഗ് ടെക്നോളജി ആയാലും അതെല്ലാം വന്നുകൊണ്ടേയിരിക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.